ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് പാസ്റ്റർ സജിമോൻ അവരുകളെ ക്ഷണിക്കുന്നു. മുമ്പോട്ട് കടന്നത് പ്രാർത്ഥിക്കും. സജി സൈമൺ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താവേ, ഞങ്ങളുടെ ജനകൃഷ്ണ രണ്ടാമത്തെ പകൽ ഉച്ചകൈ സെക്ഷനായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് തിരുസലിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന കർത്തദാസനായി ഞങ്ങൾ നന്ദിയോടെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ആവശ്യമായ ദൈവത്തിൻ്റെ കൃപദാസന്റെ മേൽ ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്രൂശിൻ്റെ വചനം നശിതമോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയാ ക്രൂശിൻ്റെ വചനം ഈ പകലാഴമായി സംസാരിപ്പാൻ ദൈവത്വിത്തന്മാരെ കർത്താവ് ശക്തിയോട് ഉപയോഗിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്ലേജിലായിരിക്കുന്ന എല്ലാ ദൈവവൃത്യന്മാർക്കായി സ്തോത്രം, മറ്റെല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. പകലിൻ്റെ ദൈവജന കേൾവി കർത്താവ് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ദേശത്ത് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ അന്വേഷിച്ച് തിരുവത്തിൽ വായിക്കുന്നല്ലോ. ഞങ്ങളെ ദൈവമാക്കിയ ദേശങ്ങളിൽ കർത്താവെ മതിൽ കെട്ടിടിവിൽ നിൽക്കുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ കർത്താവെ ഈ സെക്ഷനിൽ കൂടെ പ്രാപിച്ച് വീണ്ടും മടങ്ങുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് തുടർന്നെല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് വലിയ നിയന്ത്രണവും പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടവர்களுക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആരും അലക്ഷ്യരായിട്ട് വർത്തമാനം പറഞ്ഞ് അവിടെ നിങ്ങളെ നിൽക്കരുത്. നമ്മൾ ഏത് മീറ്റിംഗ് ആയാലും ആ ദൈവ സാന്നിധ്യ ബോധത്തിൽ, ദൈവാശ്രയ ബോധത്തിൽ, ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ദൈവമക്കളായിരിക്കണം. ഇത് ഒരു ആത്മീക സംഗമമാണല്ലോ. നാം വെറുതെ ഇരുന്ന് പോകാനല്ല, വാസ്തവമായി കർത്താവിൻ ചിലത് പ്രാപിപ്പാൻ സന്നിധി ബോധത്തോടെ, ആവശ്യബോധത്തോടെ ദൈവസന്നിധി ഇരിക്കുമെങ്കിൽ നിശ്ചയമായി ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാം ദൈവമാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, ദൈവദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനകൾ ഒക്കെ നമ്മൾ ശ്രവിക്കപ്പെടാൻ പോവുകയാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കലായിരിക്കാം. ഇന്നലെ സന്ധ്യാവേളയിൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഈ മഹായോഗം ഈ ഉച്ച കഴിഞ്ഞ സെക്ഷനിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നല്ലോ. ഈ മഹായോഗത്തിൻ്റെ പരമപ്രധാനമായ തീം പുതുക്കം, യഥാസ്ഥാനം എന്നുള്ള വിഷയത്തോളം ബന്ധത്തിലുള്ള കാര്യങ്ങളാണല്ലോ. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയിലും നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായ പുതുക്കം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ വാസ്തവമായി ഇടയാക്കണം. ആ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പണത്തോടെ, വിധേയത്വത്തോടെ, ഇല്ലായ്മയുടെ മുമ്പിൽ സകലത്തെയും വചനത്താൽ ഉളവാക്കിയവനായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സമ്പൂർണ്ണമായി സമർപ്പണത്തോടെ ആയിരിക്കുമെങ്കിൽ ആ വചനം നമ്മളെ പുതുക്കി കർത്താവിൻ്റെ ദൈവനാമഹത്വത്തിനും അതിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടി ദൈവം നമ്മളെ ഇടയാക്കുമെന്ന് രണ്ട് പക്ഷമില്ലാത്ത കാര്യമാണ്. ദൈവസഭയ്ക്ക് ദൈവം 5 ശുശ്രൂഷാവൃന്ദങ്ങളെ കൊടുത്തുവെന്നും ഇന്ന് പകൽക്കാലവും നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കാനിടയായി. അപ്പോസ്തലൻ തൊട്ട് സുവിശേഷൻ വരെ ദൈവമക്കൾ പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാനും ക്രിസ്തു എന്ന തലയുള്ള സകലത്തിലും വളർച്ച പ്രാപിപ്പാനും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാനും എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിലെ പ്രധാനമായൊരു ഭാഗമാണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് വിശേഷാൽ തീം നാം യഥാസ്ഥാനം, ആ പുതുക്കം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ആദ്യോടന്തം വിശേഷാൽ ഇന്നലെ രാത്രി അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ മെസ്സേജിലൂടെ നമ്മൾ കേൾക്കാനിടയായി. പുതുക്കത്തെക്കുറിച്ച് വളരെ ആധികാരികമായി അതിശക്തമായ ഒരു ആത്മീക ദൂത് ദൈവവൃത്തിനിലൂടെ കർത്താവ് നമുക്ക് നൽകി. അതിനുള്ള ബന്ധത്തിൽ തുടർമാനം ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമ്മൾ കേൾക്കപ്പെടാൻ പോവുകയാണ്. ആ ഒരുക്കത്തോടെ നാം കർത്താവിൻ്റെ പാദപീഠത്തിങ്കലായിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 2 രാജാക്കന്മാർ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 19-20 വാക്യം വായിക്കപ്പെടുമ്പോൾ യെരിഹോ എന്ന പട്ടണത്തെക്കുറിച്ച്
ആ 19-20 ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ദേശത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരം. പക്ഷേ അവിടെ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവും എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രവാചകനായ ഏലീശ അതിന് പരിഹാരമായിട്ട് പറയുന്നത് ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിനകത്ത് ഉപ്പിടണം. ആ പുതിയ തളികയിൽ ഉപ്പിട്ട് വെള്ളമൊഴുകുന്ന ആ ഉറവയിലേക്ക് കൊണ്ടിട്ടപ്പോൾ അവിടെ പഥ്യമായി തീർന്നതായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഗർഭനാശം അവിടെ മാറി. ആകയാൽ ദൈവവചനം കേൾക്കപ്പെടുമ്പോൾ ഒരു പുതുക്കം അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ, ആ പുതിയ തളിക പോലെ നമ്മളെ ഒന്നുകൂടെ ഒന്ന് പുതുക്കുവാൻ, സങ്കീർത്തനം പറയുന്ന പോലെ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ദൈവാത്മാവിടെയാക്കട്ടെ. അതിനുവേണ്ടി സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തി യാക്കോവിനുള്ള ബന്ധത്തിൽ യെശയ്യാപ്രവചനം 41:15-16 ഇങ്ങനെ വായിക്കുന്നുണ്ട്: യാക്കോവേ, ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതുമായൊരു മെതിവണ്ടിയാക്കി തീർക്കും. ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിൽ പുതുകാൻ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ പർവ്വതങ്ങളെ മെതിക്കത്തക്ക നിലയിൽ യാക്കോവിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട പർവ്വത സമാനമായ ആ പ്രതികൂലങ്ങളെ പുതുക്കം പ്രാപിച്ച യാക്കോബ് ജയകരമായി മുൻപോട്ട് പോകാൻ ഏൽപ്പിക്കപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ പുതുക്കാനുഭവങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോഴേ പോവുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി ബീഹാറിൻ്റെ പ്രദേശത്ത് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മാന്യ കർത്താവിൻ്റെ ദാസനാണ് ലൈജു എബ്രഹാം. തുടർന്ന് ദൈവവർത്തനിലൂടെ കർത്താവ് തന്നെ ആ പ്രദേശങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വിഷയങ്ങൾ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമായ നിലയിൽ പ്രയോജനപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള അനുഭവത്തോടുള്ള ബന്ധത്തിൽ താൻ ചില കാര്യങ്ങൾ മുൻപോട്ട് വന്ന് പ്രസ്താവിക്കുന്നതായിരിക്കും. അതിനായിട്ട് കർത്തദാസൻ ലൈജു എബ്രഹാമിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ, നമ്മുടെ ഫെലോഷിപ്പിന് ആത്മീയ നേതൃത്വം നൽകുന്ന ആദരണീയനായ ദൈവദാസന്മാർ, എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ, കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, എന്നോടൊപ്പം ഷാരോൺ ബൈബിൾ കോളേജിൽ തിരുവചനം അഭ്യസിച്ച എൻ്റെ സഹപാഠികൾ, ഓൺലൈൻ മാധ്യമത്തിൽ കൂടി എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. मैं आप सभी को प्रभु यीशु मसीह के मीठे और मधुर नाम से मेरे अभिवादन करते हैं. प्रभु यीशु मसीह आप सबको आशीषित करे. 1982 ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട് ചെറുപ്രായം മുതൽ എൻ്റെ മാതാപിതാക്കൾ, വിശേഷിച്ച് എൻ്റെ മാതാവ്, ആത്മീയ കാര്യങ്ങളിൽ വളരെ ശിക്ഷണത്തോടു കൂടിയാണ് എന്നെ വളർത്തിയത്. എൻ്റെ മാതൃസഭ റാന്നി കണ്ണമ്പള്ളി സെക്ഷനിൽ കൊച്ചൂളം എന്ന് പറയുന്നൊരു സഭയായിരുന്നു. ഒരു ചെറിയ സഭയാണ്, ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ചെറുപ്രായം മുതലേ CM സൺഡേ സ്കൂൾ ആരാധന ഇതെല്ലാം മുടക്കം കൂടാതെ പങ്കെടുക്കുവാനും വളരെ ചിട്ടയോടെ ജീവിതത്തിൽ എന്നെ വളർത്തുവാൻ എൻ്റെ വിശേഷിച്ച് എൻ്റെ മാതാവ് പ്രത്യേകം ശ്രമിച്ചിരുന്നു. എന്നാൽ പഠനത്തിന് ശേഷം തിരുവചനം പഠിക്കുവാനായി ഞാൻ തിരുവല്ലയിലേക്ക് കടന്നു വരികയും 99 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവല്ല നമ്മുടെ ഷാരോൺ ബൈബിൾ കോളേജിൽ തിരുവചനം അഭ്യസിപ്പാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ആ സമയത്ത് ഞാൻ കൂടുതലും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ സ്നേഹിതരെ ഇവിടെയുള്ള ഓട്ടോക്കാരും അങ്ങനെയുള്ള സഹോദരങ്ങളൊക്കെ ആയിരുന്നു. ചില വർഷങ്ങൾ ഞാൻ തിരുവല്ലയിലായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മാതാവ് എന്നോട് പറയും, മോനെ നീ സുവിശേഷ വേല ചെയ്യണം, നീ ദൈവവേലയ്ക്കുള്ളവനാണ്. പലപ്പോഴും എന്നോട് എൻ്റെ മാതാവ് പറയുമായിരുന്നു. ആ സമയമൊന്നും യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുവാനോ യേശുവിനെ സേവിക്കുവാനോ ഉള്ള താല്പര്യം എൻ്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. പലപ്പോഴും ദൈവകൃപയിൽ നിന്നൊക്കെ മാറി ഭവനത്തിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്.
ഇന്ന് ഞാൻ ഒരു സുവിശേഷകനായി നമ്മുടെ ഈ ദേശീയ കൺവെൻഷൻ്റെ ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർക്കുവാനായി സാധിക്കുന്നു. എനിക്ക് പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ട്, ഒരു സഭയുണ്ട്. ആ സഭയുടെ പ്രാർത്ഥനയാണ്, എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാണ്, കണ്ണുനീരാണ് ഞാനൊന്നൊരു സുവിശേഷകനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്ന സഭയെ, കണ്ണുനീരൊഴുക്കുന്ന സഭയെ, മാതാവേ, പിതാവേ, ദൈവദാസന്മാരെ, നമ്മുടെ കണ്ണുനീരൊരിക്കലും വ്യർത്ഥമായതുകയില്ല. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തിരുവചന പഠനത്തിന് ശേഷം ചില വർഷങ്ങൾ ഷാരോൺ ബംഗ്ലാവിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം 2003 കാലഘട്ടത്തിൽ മഞ്ഞാടി ഷാരോൺ സഭയോടുള്ള ബന്ധത്തിൽ ആ സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകി. വിശേഷിച്ച് CM-ൽ കൂടി CM-ൻ്റെ സേവനം അനുഷ്ഠിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കും 2004 CM-ൻ്റെ ക്യാമ്പ് പാലക്കാട് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മഞ്ഞാടിയിലുള്ള യുവജനങ്ങൾ ഒരുമിച്ച് ആ വർഷത്തെ താലന്ത് പരിശോധനയിൽ 1ാം സ്ഥാനം നേടി ഞങ്ങളുടെ സഭയായിരുന്നു. സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രധാനമായും ആ ക്യാമ്പിൽ കടന്നുപോയത്. എന്നാൽ അവിടെ ദൈവജനം സംസാരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന അനുഗ്രഹീതനായ ഡോക്ടർ AVP മാത്യു ദൈവജനം സംസാരിക്കുമ്പോൾ അദ്ദേഹം ബീഹാറിനെ പറ്റി, ഉത്തർഭാരതത്തെപ്പറ്റി, നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷകതയുടെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം വളരെ അനുഗ്രഹമായി സംസാരിപ്പാനിടയായി തീർന്നു. ആ ക്യാമ്പിൽ വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, കർത്താവേ, അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വന്നു, നിനക്ക് ഭാഷ അറിയത്തില്ല, നീ എങ്ങനെ ആ സ്ഥലത്ത് പോകും? അടുത്ത ലൈൻ ദൈവദാസൻ പറഞ്ഞത്, നീ ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിനക്ക് ഭാഷ അറിയില്ല എന്ന്, പക്ഷേ നിന്നെ ഭാഷ പഠിപ്പിക്കുവാൻ ഞാൻ ശക്തനാണെന്നുള്ള ദൈവിക ആലോചന ആ CM ക്യാമ്പിൽ കേൾക്കുവാനായി ഞാൻ ഇടയായി. അന്ന് ഞാൻ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. വിശേഷിച്ച് ഉത്തർഭാരതത്തിന് വേണ്ടി, ബീഹാറിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു. വീണ്ടും ചില വർഷങ്ങൾ ഞാൻ തിരുവല്ലയിലായിരുന്നു. തിരുവല്ല വിട്ടു പോകാനുള്ള ഒരു വളരെ മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. എന്നാൽ 2 പ്രാവശ്യം എനിക്കുണ്ടായ ഭയാനകമായ ആക്സിഡൻറ്റ് ഞാൻ ഉത്തരഭാരതത്തിലേക്ക് പല ദൈവദാസന്മാരോട് പറഞ്ഞു, നിനക്കൊരിക്കലും ലൈജു ദൈവവേല ചെയ്തിരിക്കാൻ സാധിക്കില്ല, നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ കടന്നു പോകണം. ആ ആക്സിഡൻറ്റുകൾ എന്നെ വീണ്ടും ആ സുവിശേഷത്തെ പറ്റിയുള്ള ഒരു ചിന്ത, ഒരു സുവിശേഷകനാകുള്ള ഒരു ഇച്ഛയിലേക്ക് എന്നെ നയിച്ചു. 2007 ജനുവരിയിലാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. പ്രാരംഭ വേളകളിൽ ചില മാസം ഞാൻ ഡൽഹിയിലായിരുന്നു. അവിടെയുള്ള ഒരു ദൈവദാസൻ എന്നെ പ്രാർത്ഥിച്ച് ബീഹാറിലേക്ക് യാത്രയാക്കുന്നത്. 2007 ഓഗസ്റ്റിൽ ഞാൻ ബീഹാറിലേക്ക് പോകുന്നു. 2007 ഓഗസ്റ്റ് 19-ാം തീയതിയാണ്, ഇന്ന് ഓർക്കുന്നു. ട്രെയിനിൽ ഞാൻ ബീഹാറിലേക്ക് വണ്ടി കയറുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാൻ അറിയില്ല. ആകെ എനിക്കറിയാവുന്ന ഹിന്ദി എന്ന് പറയുന്ന 5ാം ക്ലാസ്സിൽ എന്നെ കൊടമരട്ടി ഗവൺമെൻറ് സ്കൂളിൽ എൻ്റെ ടീച്ചർ പഠിപ്പിച്ച തുമാരാ നാം ക്യാ ഹേ, യേ ക്യാ ഹേ, ഈ സബ് छोटा मोटा हिंदी मेरे को मालूम था. എനിക്ക് ആ ട്രെയിനിൽ യാത്രയിൽ ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ സാധിച്ചില്ല. കാരണം എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ 2007 ഓഗസ്റ്റ് 20-ാം തീയതി ബീഹാറിൻ്റെ ബറോണി എന്ന് പറയുന്ന സ്ഥലത്ത്, ബെഗുസറായ് ഡിസ്ട്രിക്റ്റിൽ ബറോണി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിറങ്ങിയപ്പോൾ തികച്ചും വ്യത്യസ്തമായ അനുഭവം. ആൾക്കാരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. സുവിശേഷ വേല ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട്. യേശുവിനെ പറ്റി പറയണമെന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഒരു വാക്കുപോലും സംസാരിക്കാനുള്ള ഭാഷ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഹിന്ദി ഒരു ബൈബിൾ വായിച്ചുകൊണ്ടാണ് ബീഹാറിലേക്ക് പോയത്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഞാൻ ആദ്യമായി കാണാതെ പഠിച്ചു. യഹോവാ മേരാ ചർവാഹാ ഹേ, മുझे कुछ कटी नहीं होंगे. मैंने वचन सीखा. उसके बाद मैं रोज प्रार्थना करता था, परमेश्वर मुझे हिंदी नहीं मालूम, मेरे को हिंदी सीखना है. इतना इच्छा मेरे अंदर था उत्तर भारत के प्रति, खास करके ബീഹാർ के प्रति मेरे अंदर परमेश्वर ऐसे बोझ എൻ്റെ അകത്ത്, അങ്ങനെ ഒരു ആത്മഭാരം എൻ്റെ അകത്ത് ഇടുവാനിടയിൽ തീർന്നു. എങ്ങനെ സുവിശേഷം പറയണമെന്നറിയില്ല. എന്നോടൊപ്പം ഉള്ള ആൾക്കാർ സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കും. ട്രാക്റ്റുമായി ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ യേശുവിനെ പറ്റിയുള്ളതാണ്. യേശു മസീഹ ബാരമേ പഠനാ ഹേ, പഠിയേക, ജീവൻ മേ ശാന്തി മിലേക. 3 കാര്യങ്ങൾ മാത്രമായിരുന്നു എനിക്ക് സുവിശേഷം പറയുവാൻ ആദ്യമായി അറിയാവുന്നത്. അതിനുശേഷം ഞാനൊരു പ്രാർത്ഥന എഴുതി പഠിച്ചു. അതിനുശേഷം
ഞാൻ പാട്ടുകൾ പാടാൻ പഠിച്ചു. മുക്തി ദിലായ യേശുനാം, ജീവിതത്തിൽ ആദ്യമായി പാടിയ പാട്ട് മുക്തി ദിലായ യേശുനാം. പ്രിയപ്പെട്ടവർ, ഈ പാട്ടുകൾക്കൊക്കെ ഒത്തിരി അർത്ഥമുള്ള പാട്ടുകളാണ്. കഴിഞ്ഞ 17 വർഷം ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ആദ്യം പഠിച്ച ഒരു വചനം, യഹോവ മേരാ ചർവാഹ ഹേ മുझे कुछ कठी नहीं होंगे. പ്രിയരെ, ഞാൻ ബീഹാറിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് എന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ചയക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു ഓഫറുണ്ട് സുവിശേഷ വേലയ്ക്ക്. ഒരു പക്ഷെങ്കിൽ നീ ബീഹാറിൽ ചെന്ന് കർത്താവിന് വേണ്ടി മരിച്ചാൽ നിന്റെ ഡെഡ് ബോഡി നിന്റെ മാതാവിൻ്റെ അടുത്ത് എത്തിക്കാം. അതായിരുന്നു എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ലഭിച്ച ഒരു ഓഫർ എന്ന് പറയുന്നത്. മാസം महीना में सपोर्ट मिलेगा, सपोर्ट देगा या 5,000 देगा, 2,000 देगा, कैसे कोई व्यक्ति ने मुझे कोई ऑफर नहीं दिया था. ഒരു വ്യക്തി പോലും എന്നെ സുവിശേഷ വേലയിൽ സഹായിക്കാമെന്നുള്ള ഓഫർ എനിക്ക് നൽകിയില്ല. സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി ഞാൻ ബീഹാറിൽ കടന്നുപോയി, പ്രാർത്ഥനയോട് ആരംഭിച്ചു. പല ഗ്രാമങ്ങളിലും കടന്നു പോകുമ്പോൾ ഞാൻ കേട്ട ഒരു ബീഹാറിൻ്റെ ചരിത്രമുണ്ട്. ഞാൻ കേട്ട ബീഹാർ എന്ന് പറയുന്നത് ഗ്രേവ് യാർഡ് ഓഫ് മിഷൻ. പലരും പറയുവാനുള്ള എളുപ്പത്തിന് വേണ്ടി മിഷണറിമാരുടെ ശവപ്പറമ്പെന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റാറുണ്ട്. ശരിക്കും ഒരിക്കലും ബീഹാർ ഒരു മിഷണറിമാരുടെ ശവപ്പറമ്പല്ല. എനിക്ക് കഴിഞ്ഞ 17 വർഷത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചത് ബീഹാർ മിഷണറിമാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. बिहार के बारे में मैंने सुना द ग्रेवयार्ड ऑफ मिशनरी लोगों का कब्रिस्तान, लेकिन मैंने अनुभव किया ऐसा कोई बात नहीं. पिछले 17 साल में परमेश्वर की दया से विभिन्न गांवों में जाने के समय में लोग सुसमाचार के लिए यीशु मसीह के वचन को स्वीकार करने के लिए इंतजार कर रहा है. अभी मुझे एक बात याद आ रहा है. बेगूसराय डिस्ट्रिक्ट में बखतपुर करके एक गाँव है. मैंने ट्रैक्ट देखे, ऐसे चाय वाला दुकान में ट्रैक्ट देखता है, रोड पे जो सड़क में खड़ा है लोगों को पर्ची बांटता है, यीशु मसीह के बारे में पढ़िएगा. ज़्यादा बोलने के लिए नहीं आता है, അധികം ഹിന്ദി പറയാൻ അറിയത്തില്ല, യേശുവിനെ പറ്റിയുള്ളതാണ്. ചായക്കടകളിലും വഴിയരിയിലൊക്കെ ഇങ്ങനെ ട്രാക്റ്റ് കൊടുത്തു പോകും. ബക്കത്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നപ്പോൾ ജത്തൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ വളരെ ആത്മാർത്ഥമായി ഈ യേശുവിനെ പറ്റി, യേശു മസീഹ ബാരമേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ട്രാക്റ്റ് വാങ്ങിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളെ ചായക്കടയിൽ വിളിച്ചിരുത്തി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ചായ തന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ വെച്ചിരുന്ന ഒരു ബൈബിൾ, നീല കളറുള്ള ഗിഡെയൻസിൻ്റെ ബൈബിൾ എടുത്ത് അദ്ദേഹം ഞങ്ങളെ കാണിച്ചു. എനിക്കധികം അദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്നും അറിയില്ല. അദ്ദേഹം അതിനുശേഷം ഇട്ടിരുന്ന ആ കുർത്ത അദ്ദേഹം പൊക്കി കാണിച്ചിട്ട്, വയറൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞാൻ അപ്പൻഡിക്സ് വന്ന് മരിക്കുവാൻ കിടക്കുന്ന സമയത്ത് റേഡിയോയിൽ കൂടി യേശുവിനെ പറ്റി കേട്ടു. റേഡിയോയിൽ കേൾക്കുമ്പോൾ യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്, യേശു നിന്നെ സൗഖ്യമാക്കും. ആ വാർത്ത അദ്ദേഹം രാവിലെ റേഡിയോയിൽ കൂടി കേൾക്കുകയാണ്. ആ കേട്ട മാത്രമല്ല, അദ്ദേഹം തൻ്റെ ആ അപ്പൻഡിക്സ് വന്ന് പൊട്ടിപ്പഴുത്ത് മരിക്കാൻ കിടക്കുന്ന ആ കിടക്കയിൽ കിടന്നുകൊണ്ട് കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു, യേശു മസീ ജീവിത് പരമേശ്വരെ തോ ഈ മേരാ ഈ അവസ്ഥ മേ മുझे ചങ്കായി ദേ. പ്രിയോ, ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇതാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പൻഡിക്സ് വന്ന് മരിക്കാറായി കിടന്ന രാം ജത്തൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ സൗഖ്യമുള്ളവനായി മാറുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിന് അറിയത്തില്ല യേശുവിനെ എവിടെ കിട്ടുമെന്ന്, അദ്ദേഹത്തിന് അറിയത്തില്ല എവിടെ ചെന്നാൽ യേശുവിനെ ആരാധിക്കാമെന്ന്. ഞാൻ ആദ്യമായി 2008 ജനുവരി മാസം ആദ്യമായി കടന്നു പോകുന്ന ഗ്രാമം ഈ ജത്തൻ്റെ ഗ്രാമമാണ്. പ്രിയരെ, ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇന്നും നൂറുകണക്കിന് ജത്തന്മാർ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കും. അവിടെയുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയോ, അവിടെയുള്ള പ്രയാസങ്ങളെ പറ്റിയോ, അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ പറ്റിയോ, അല്ലെങ്കിൽ സുവിശേഷകർ അനുഭവിക്കുന്ന വെല്ലുകളെ പറ്റിയോ അല്ല ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ബീഹാറിൻ്റെ ഗ്രാമങ്ങളിൽ, യേശു ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ പറ്റി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ കടന്നുപോയി പ്രാരംഭവേളകളിൽ എപ്രകാരം സുവിശേഷ വേല ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മേലുള്ള വിളി ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു സുവിശേഷകനായിട്ടുള്ള വിളിയാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്. പല ഗ്രാമങ്ങളിൽ കടന്നുപോയി സഭകൾ സ്ഥാപിപ്പാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം 2009 കാലഘട്ടത്തിലായപ്പോഴേക്കും എനിക്ക് താമസിക്കേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. ഞാൻ തിരഞ്ഞെടുത്തത് ബീഹട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ ബെഗുസറായിലെ തന്നെ മാത്രമല്ല ബീഹാറിലെ തന്നെ വളരെ ഹൈ കാസ്റ്റ്, ഏറ്റവും ഉയർന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ താമസിക്കുക എന്നുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യാനിയാണ്, നിനക്ക് ഈ ഗ്രാമത്തിൽ താമസിക്കുവാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ നീ मत परिवर्तन करने के लिए आया है. ये बीहट गांव में जब मैं पहुंचा तो लोग बोला तुम एक धर्म परिवर्तन के लिए यहाँ पे आया. मेरे को बोला इस जगह पे तुम रह नहीं सकेंगे. लेकिन ഞാൻ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ
എനിക്ക് ഈ ഗ്രാമത്തിൽ ഒരവസരം ദൈവം എനിക്ക് നൽകണം. ഞാൻ പ്രാർത്ഥിച്ച് അവിടെയുള്ള ഒരു വലിയ നേതാവിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ കേരളത്തിൽ നിന്ന്, അതെ, ഇവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു. ഞങ്ങളുടെ ഗ്രാമവും അതേ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. അങ്ങനെ എനിക്ക് ആ പാർട്ടിയോടുള്ള സ്നേഹമൊക്കെ ആയി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എനിക്കൊരു റൂം തന്നു. പലപ്പോഴും അദ്ദേഹം പറയും, നീ നിൻ്റെ പണി ചെയ്യുന്നു. അപ്പം തന്നെ ഈ ഗ്രാമത്തിൽ അനേകർ വിദ്യാഭ്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. നീ ചിന്തിച്ചാൽ നിനക്കൊരു സ്കൂൾ സ്ഥാപിക്കാം. പക്ഷേ 2009 ഞാനൊരു ഹോസ്റ്റൽ ആരംഭിച്ചു, ആശിഷ് ഭവൻ എന്ന പേരിൽ. ആ കുഞ്ഞുങ്ങളെ ഞാൻ മറ്റൊരു സ്കൂളിൽ വിട്ടാണ് പഠിപ്പിക്കുന്ന. ഒരു കാത്തലിക്സിൻ്റെ സ്കൂളുണ്ട്. എൻ്റെ ഹൃദയത്തിലും കർത്താവ് ഒരു സ്കൂളിനെ പറ്റിയുള്ള ചിന്ത നൽകി. ഞാൻ ചോദിച്ചു, ദൈവമേ, എനിക്ക് വലിയ പഠിപ്പോ പ്രാപ്തിയൊന്നുമില്ല. ഈ തിരുവല്ല ഈ ഷാരോൺ ബൈബിൾ കോളേജിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു പഠന മാത്രമേ എനിക്ക് അറിവുള്ളൂ. ഞാൻ ചോദിച്ചു, എങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഞാൻ സ്ഥാപിക്കും? ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവെ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഈ ഗ്രാമത്തിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയില്ല, കർത്താവിൻ്റെ ഇഷ്ടമായിരുന്നു. സമയമായപ്പോൾ ചില ദൈവദാസന്മാരെ ഒരുമിച്ച് കൂട്ടിവരുത്തി. അവർ ഒരുമിച്ച് കടന്നു വന്നു. അവർക്ക് സ്കൂൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കിവിടെ സ്കൂൾ തുടങ്ങാം. 2012 മാർച്ച് മാസം 3-ാം തീയതി ഒരു ചെറിയ സ്കൂളിന് ഞങ്ങൾ തുടക്കമിട്ടു. സ്കൂളിൻ്റെ പേര് ബീഹാർ മിഷൻ സ്കൂൾ. പ്രിയരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ 12 വർഷം ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുവാൻ ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കി. അതൊരു വെറും സ്കൂളല്ല. ശരിക്കും ഞാൻ ഇന്ന് വളരെ ആത്മാർത്ഥതയോടെ എനിക്ക് പറയുവാനായി സാധിക്കും, ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ബീഹട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആരംഭിച്ചിരിക്കുന്ന ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒരു മിഷൻ സ്കൂൾ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തെ സ്കൂളിൻ്റെ 10th റിസൾട്ട് നോക്കുമ്പോൾ ആ ബെഗുസറായ് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും മനോഹരമായ റിസൾട്ട് ഞങ്ങളുടെ സ്കൂളിന് ദൈവം നൽകി തരുവാനിടയായി തീർന്നു. CBSE ബോർഡിൽ ദൈവം നൽകി തരുവാനിടയായി തീർന്നു. കഴിഞ്ഞ വർഷം 92% ആണ് ഞങ്ങളുടെ സ്കൂളിൽ CBSE ബോർഡിൽ നിന്ന് വാങ്ങിച്ച കുട്ടിയുടെ ഏറ്റവും കൂടിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പ്രിയരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്ക്, ഒരു കഴിവില്ലാതിരുന്ന എനിക്ക് ഹല്ലേലൂയ, ദൈവം ഇത്രയൊക്കെ ചെയ്യുവാൻ അവസരം നൽകി. ഇങ്ങനെ കേൾക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ഈ പ്രാരംഭവേളയിൽ ഞാൻ ഓർപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. നമ്മുടെ അകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ, हमारे अंदर इच्छा है तो जरूर हम परमेश्वर की राज्य के लिए काम लायक बन जाएंगे. कितने लोग के अंदर विश्वास, എത്ര പേരുടെ അകത്ത് വിശ്വാസമുണ്ട്? നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ അകത്തൊരു ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിന് തീർച്ചയായും നമ്മെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിന് തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ. എൻ്റെ സഹോദരന്മാർ പലരും ഇന്ന് ഈ സംഗമത്തിൽ എൻ്റെ മുൻപിൽ ഉണ്ട്. അവർക്കറിയാം, ഞാൻ ഈ ട്രെയിനിങ് നടത്തുന്ന സമയത്ത്, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും ഉഴപ്പനായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരിക്കൽ പോലും എൻ്റെ സഹോദരങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശ്വസിക്കാവുന്നതിലപ്പുറമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 17 വർഷം ഇന്ത്യയുടെ 22-ലധികം സംസ്ഥാനങ്ങളിൽ പോയി സഭകൾ സ്ഥാപിപ്പാൻ, അതോടൊപ്പം തന്നെ ബൈബിൾ ട്രെയിനിങ് പ്രോഗ്രാം, ചിൽഡ്രൻസ് മിനിസ്ട്രി, ഫിലിം മിനിസ്ട്രി, മറ്റ് സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ ടീമിനെയും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. हालेलुया, ഒരുമിച്ച് കർത്താവിന് നമുക്ക് സ്തോത്രം. पिछले 17 सालों में परमेश्वर की सेवकाई बिहार में नहीं, उत्तर भारत की उत्तर प्रदेश, राजस्थान, छत्तीसगढ़, उड़ीसा, झारखंड, ये अन्य राज्यों में जाकर परमेश्वर की सेवकाई करने के लिए परमेश्वर ने मुझे अवसर दिया. ഇന്ന് 100-ലധികം ദൈവദാസന്മാർ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞങ്ങളോട് ഒരുമിച്ച് ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. പല ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ഒരു സ്കൂള് റീസെൻ്റ്ലി സ്ഥാപിപ്പാൻ ദൈവം സഹായിച്ചു. ഡുംഗെ എന്ന് പറയുന്ന സ്ഥലത്ത്, ആദിവാസി ബെൽറ്റാണ്. അവിടെ ഒരു മനോഹരമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു. അവിടെ ഏകദേശം 90ഓളം കുഞ്ഞുങ്ങൾ അവിടെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവരുടെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിൽ കർത്താവ് നൽകുന്ന സമയങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കും, ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും കർത്താവിനെ പറ്റി പറയണം. അതാണ് എൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ സഭയിൽ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് പട്ന ഡിസ്ട്രിക്റ്റിൽ മൊക്കാമ എന്ന് പറയുന്ന സ്ഥലത്താണ്. मैं अभी परमेश्वर की सेवकाई करते हैं पटना डिस्ट्रिक्ट में मोकामा करके एक जगह पे है. നമുക്കൊരു പക്ഷെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ജയിലിൽ കിടന്നുകൊണ്ട്
മത്സരിച്ച് ജയിച്ച ഒരു MLA ആണ് ഞങ്ങളുടെ MLA. അപ്പോൾ ആ സ്ഥലത്തെ പറ്റിയുള്ള ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ പലരും സുവിശേഷത്തെപ്പറ്റി പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഏകദേശം 250-ലധികം സ്ഥാനീയരായ ആൾക്കാർ ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഗ്രഹീതമായ സഭ ഇന്ന് മൊക്കാമയിൽ ഞങ്ങൾക്കുണ്ട്. ആ സഭയുടെ തുടക്കം ഞാനൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി പോയി. നിങ്ങൾ വിചാരിക്കും ലൈജു ബീഹാറിൽ പോയി ചായ കുടിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പലപ്പോഴും ചായക്കടയിൽ കയറി ഒരേ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കും. പല പ്രാവശ്യം ചായക്കടയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ആപ് ലോ യഹാ പേ ക്യൂ ആയാ ഹേ. അവരോട് വളരെ സാവധാനം യേശുവിനെ പറ്റി പറയാൻ തുടങ്ങി. ഒരു ചായക്കടയിൽ ചായ കുടിച്ചു തുടങ്ങിയ ഒരു ചർച്ചാണ്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടെയുള്ള മൊക്കാമയിലുള്ള ഞങ്ങളുടെ സഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രിയപ്പെട്ട, ഞാൻ ഓർപ്പിക്കട്ടെ, വളരെ അത്ഭുതങ്ങൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിലുള്ള അത്ഭുതങ്ങൾ കർത്താവ് ഞങ്ങളുടെ സഭയിൽ കൂടി കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2010 ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഉപേന്ദർ പണ്ഡിത് എന്ന് പറയുന്ന ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം സിക്കാരിച്ചക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഉള്ളത്. 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് കട്ടിലിൽ ചാർപ്പയ്യയിൽ കിടക്കുന്ന ഒരു സഹോദരൻ. ജീവിതത്തിൽ ഒരാശയമില്ല, എന്ത് ചെയ്യണം, ഇനിയും ജീവിതത്തിൽ മരണം മാത്രമാണ് മുൻപിലുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സൗഖ്യമാക്കും. പ്രിയരെ, ഓർപ്പിക്കട്ടെ, ഇന്ന് ഉപേന്ദർ പണ്ഡിത് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എൻ്റെ സഭയുടെ സഹശുശ്രൂഷകനായി 18-ലധികം ഗ്രാമങ്ങളിൽ പോയി യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. അവൻ്റെ കണ്ണിന് കാഴ്ച ദൈവം മടക്കി കൊടുത്തു. അങ്ങനെ ഞാൻ ഓർപ്പിക്കട്ടെ, നഷ്ടപ്പെട്ട ജീവിതത്തിൽ പല ആരോഗ്യം നഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ അംഗവൈകല്യം സംഭവിച്ചവർ, തളർവാദ രോഗികളായുള്ള ആൾക്കാർ, മറ്റ് രോഗത്താൽ ഭാരപ്പെടുന്ന ദൈവജനങ്ങൾ, അവിടെയുള്ള ദൈവമക്കൾ സൗഖ്യത്തിൽ കൂടി യേശുവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരിക്കലും അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അതിലുപരി അവിടെ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ മാത്രം ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വേണ്ടി നൂറുകണക്കിന് ആത്മാക്കൾ കാത്തിരിക്കുകയാണ്. मैं आपको बताने के लिए चाहता हूँ, नॉर्थ इंडिया उत्तर भारत से कुछ लोग यहाँ पे आए. मेरे भाइयों, मैं जब बिहार में गया था, मेरे को हिंदी नहीं आता था, मेरे को कुछ नहीं मालूम था, एक शब्द बोलने के लिए नहीं आता. यहाँ तक मैंने एक दुकान में जाके एक नींबू उठा के ये कौन है, नींबू को उठा के ये कौन है पूछा है, इसका प्राइस पूछने के लिए नहीं मालूम था. ऐसे परिस्थिति से परमेश्वर की सेवकाई हाल उत्तर भारत की 22 राज्यों में करने के लिए परमेश्वर ने हमें अवसर दिया. उधर से जितने भाई लोग यहाँ पे आए हैं, आप इस संदेश को सुन रहे. इधर से केरला से लोग जो भाषा नहीं मालूम है, इधर का परिस्थिति अलग है, अलग सिचुएशन में वहाँ पे जाके परमेश्वर की सेवकाई कर रहे हैं. आपके राज्य में आके जो लोग उत्तर भारत साउथ इंडिया से जो उधर आके जो सेवकाई कर रहे हैं, उनके लिए भाई लोग, आप लोग भी प्रार्थना करना है. हालेलुया, ഒരുമിച്ച് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒത്തിരി അനുഭവങ്ങൾ ഈ പകൽക്കാലം എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. 2012 ഞാൻ വിവാഹിതനാകുന്നത്. എൻ്റെ വൈഫ് ഷീന കുമളി സ്വദേശിയാണ്. വിവാഹം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. എല്ലാ വർഷവും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി VBS നടത്താറുണ്ട്. ഒരു VBS ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ആ VBSൽ എൻ്റെ വൈഫ് അവിടെ ഒരു കുഞ്ഞുങ്ങളെ ആക്ഷൻ സോങ് പഠിപ്പിച്ചു. സ്തുതി ആരാധന ഊപ്പർ ജാത്തി ഹെ, ആശിഷിലേക്ക് നീച്ചെ ആത്തെ ഹെ. അപ്പോൾ ആ സമയത്ത് ഷീന കൺസീവ് ആയിരുന്നു. അത്ര കെയർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ആദ്യത്തെ ദിവസം VBS കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. മടങ്ങി വന്നു വീട്ടിൽ വന്നപ്പോൾ ഭയങ്കരമായ വയറുവേദനയും ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചു, നമുക്ക് BBSന് പോകണോ അതോ ഹോസ്പിറ്റലിൽ പോകണോ? ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തു BBS കണ്ടിന്യൂ ചെയ്യും. 3 ദിവസത്തെ BBS ആണ്. 2ാമത്തെ ദിവസവും BBSന് പോയി. ബ്ലീഡിങ് കഠിനമായി മാറി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹോസ്പിറ്റലിൽ പോകാനുള്ള സാമ്പത്തികമായ ശേഷി ഞങ്ങൾക്കില്ല. എന്നെ സ്നേഹിക്കുന്ന 1-2 ദേവദാസന്മാരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ദേവദാസനെ ഇതുപോലെ ഷീനയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണം. അവർ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 2ാമത്തെ ദിവസം ഞങ്ങൾ BBS അവസാനിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. 3ാമത്തെ ദിവസം രാവിലെ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. പ്രിയരെ, ഓർപ്പിക്കട്ടെ, ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ കയ്യിലൊരു 500 രൂപയുണ്ട്. ഞാൻ അതിൻ്റെ ടിക്കറ്റ് എടുത്തു. അവർ അൾട്രാസൗണ്ട് എഴുതി. അൾട്രാസൗണ്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു. നാരായണ അൾട്രാസൗണ്ടിൽ ചെന്ന് ഞാൻ അൾട്രാസൗണ്ട് എടുത്ത് ഹോസ്പിറ്റലിൽ തിരികെ വന്ന് ഡോക്ടറെ റിപ്പോർട്ട് കാണിക്കുമ്പോൾ അവർ പറഞ്ഞു, കഠിനമായ ബ്ലീഡിങ് കാരണം കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി എത്രയും വേഗം വാഷ് ചെയ്ത് കളയുക, കുഞ്ഞിനെ ഇതിനെ നശിപ്പിച്ച് കളയുക, അത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരു 3000 രൂപ അടയ്ക്കണം. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കൽ ഇരുന്ന് ഷീനയെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ കരഞ്ഞു, പലരെയും വിളിച്ചു, ആരും എന്നെ സഹായിച്ചില്ല.
പെട്ടെന്ന് എനിക്ക് മാനസികമായ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ടായി. ദൈവദാസന്മാർ ഒരാവശ്യം പറഞ്ഞിട്ട് ആരും എന്നെ സഹായിച്ചില്ലല്ലോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, പിന്നീട് എനിക്ക് മനസ്സിലായി അവർ സഹായിക്കാഞ്ഞത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഉലോഗ് മുജേദി മദത് കർത്ത, അവരെന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് എൻ്റെ മൂത്ത മകൾ അഡോണ ഇന്ന് ഭൂമിയിൽ അവൾ ജനിക്കില്ലായിരുന്നു. ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വൈകിട്ട് അവർ യദി കർണായ तो बोलिए, नहीं तो आप अपना पत्नी को लेके घर जाइए, यदि आपको इलाज करना है तो बोलिए, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പറ. ഞാൻ കരഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വൈകിട്ട് ഞാൻ ഷീനയുമായി വീട്ടിലേക്ക് കടന്നുപോയി. രാത്രിയിൽ റെക്സോൾ ബീഹാർ നേപ്പാൾ ബോർഡറിലുള്ള റെക്സോൾ മിഷൻ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ കേട്ടു. തീരുമാനിച്ച് ഞങ്ങൾ രാത്രി അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പോകാം. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ആ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, കുഞ്ഞിന് ജീവനില്ല എന്നുള്ള റിപ്പോർട്ടാണ്. ഞാൻ ആ റിപ്പോർട്ട് ഡോക്ടറെ കൊടുത്തു. ഡോക്ടർ, ഇതെൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, ഞങ്ങളിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞ ഡോക്ടർ മിനി ഡോക്ടർ എന്നോട് പറഞ്ഞു, ബ്രദർ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നല്ല, ഞങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ അവസരം എന്താ. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നു, ഒരിക്കലും ഇവരുടെ മധ്യത്തിൽ ലജ്ജിക്കുവാനിടയാകരുത്. പ്രിയനെ ഓർപ്പിക്കട്ടെ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ജീവനുണ്ട്. അവരവിടെ അൾട്രാസൗണ്ട് ചെയ്തു. അതിനുശേഷം പറഞ്ഞു കുഞ്ഞിന് ജീവനുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞിനെ അത് ജീവനോടെ നിങ്ങൾക്ക് ദൈവം തരും. പക്ഷെ പലരും പറഞ്ഞു ഈ കുഞ്ഞിനെയും നിങ്ങൾക്ക് ജീവനോട് കിട്ടിയാൽ തന്നെ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യം കാണും. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അടുത്ത ചില മാസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺ പൈതലിനെ ദൈവം ദാനമായി നൽകി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ബെഗുസ്രായിലുള്ള ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും കയ്യിലുണ്ട്. കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നഷ്ടപ്പെട്ട ജീവൻ മടക്കി തരുവാൻ കഴിവുള്ള യേശുവിൻ്റെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷത്തിന് ഇന്നും ശക്തിയുണ്ട്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ പലതിനെയും ജീവിതത്തിൽ മടക്കി തരുവാൻ കഴിവുള്ള ഒരു ദിവ്യ ശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കുവാനായി സാധിക്കും? ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയരെ ഓർപ്പിക്കട്ടെ, ഇന്നും നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നോർത്ത് इंडिया में हालेलुया बहुत सारे जगह पे हमारे लिए इंतजार कर रहे हैं. सुसमाचार कहाँ मिलेगा, कहाँ हम जाने से यीशु मसीह को आराधना कर सकते हैं, എവിടെ പോയാൽ യേശുവിനെ ആരാധിക്കാൻ പറ്റും. സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ജത്തന്മാർ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എത്ര പേർ തയ്യാറാകും? അതോടൊപ്പം എൻ്റെ ഒരു സഹോദരൻ ജദരത്ത് എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് ഈ ആത്മീയ സംഗമത്തിൽ ബീഹാറിൽ നിന്നോടൊപ്പം പങ്കെടുക്കുന്നു. അപ്പോൾ ഇവിടെ സഹോദരനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത് ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാനുള്ള ആവേശം കൊണ്ടല്ല. അവിടെയും പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് യേശുവിനെ പറ്റി പറയുവാനൊരു അവസരം കിട്ടണമെന്നുള്ളതാണ്. അദ്ദേഹം ആ ഗ്രാമത്തിൻ്റെ തന്നെ ജദരത്ത് ഈ मीटिंग में है. वो गाँव का बहुत बदमाश था. लोग हमसे पूछा ये जो लड़का इतना बदमाश करते हैं इसके साथ तो आप केरला से क्यों दोस्ती बनाया. സോ എൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ സഹോദരനെ നേടിയാൽ അവനിൽ കൂടി അനേകരെ യേശുവിലേക്ക് നേടുവാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ ബോധം എനിക്കകത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ അവരോട് ഞാൻ യേശുവിനെ പറ്റി പറഞ്ഞു. പലപ്പോഴും ഞാൻ കളിക്കാൻ ചെല്ലുമ്പോൾ അവനിക്ക് അവസരങ്ങൾ തരും. എനിക്കങ്ങനെ ക്രിക്കറ്റ് കളിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ഗ്രൗണ്ടിൽ നിന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് അനേകം ചെറുപ്പക്കാരെ യേശുവിലേക്ക് ആകർഷിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്ന് ഒരു സഹോദരൻ ഇവിടെ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നിട്ട് സാർ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലൊക്കെ എല്ലാവർക്കും ഒരു തലവേദനയായിരുന്നു. മറ്റുള്ളവർക്കെല്ലാം ഒത്തിരി മുഷ്കിൽ കൊടുക്കുന്ന ഒരു സഹോദരനായിരുന്നു. എന്നാൽ കേൾക്കണമോ, അവൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു. അവൻ്റെ പഠനം അവസാനിപ്പിച്ചു. ഞാൻ അവനെ ഒരു സ്കൂളിൽ അഡ്മിറ്റ് ചെയ്തു. 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു, പഠിപ്പിച്ചു. BA വരെ അവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹം? സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഞങ്ങളുടെ ബീഹാറിലുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞങ്ങൾക്ക് പിന്നീട് ഒരു തലമുറയെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വാർത്തെടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ പഠിക്കാൻ പോകണം. അവൻ കഴിഞ്ഞ 3 വർഷം പഞ്ചാബിലുള്ള ഒരു ബൈബിൾ കോളേജിൽ ഇപ്പോൾ BTH പഠിച്ച് ഇന്ന് സുവിശേഷീകരണത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഗ്രാമങ്ങളിൽ സുവിശേഷത്തിൻ്റെ വക്താവായി ഇന്ന് കർത്താവിനെ ഉപയോഗിക്കുന്നു. അവൻ്റെ മാറ്റം, അവൻ ഗ്രാമത്തിന് പ്രയോജനമില്ലാത്തവനായിരുന്നു. അവൻ്റെ ഗ്രാമത്തിനൊരു തലവേദനയായിരുന്നു. പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ,
ഗ്രാമത്തിൻ്റെ തലവേദനയായിരുന്ന ജദരത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മാറ്റം ആ ഗ്രാമത്തെ മാറ്റിമറിക്കുവാനായി തീർന്നു. ഇന്ന് അവൻ്റെ ഗ്രാമത്തിലൊരു സഭയുണ്ട്. ഇന്ന് അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും യേശുവിനെ അറിഞ്ഞു. അവൻ്റെ ഗ്രാമത്തിലുള്ള അനേകം അവൻ്റെ സുഹൃത്തുക്കൾ അവൻ മുഖാന്തരം യേശുവിനെ അറിഞ്ഞു. സുവിശേഷം വരുത്തുന്ന മാറ്റം, പ്രയോജനമില്ലാതിരുന്ന, ഗ്രാമത്തിൻ്റെ തലവേദനയായിരുന്ന, സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ട ഒരു അപമാനിയായിരുന്ന ജദരത്ത് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയത് സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു? ഇന്നും സുവിശേഷത്തിൻ്റെ ശക്തി നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിരവധി ചെറുപ്പക്കാരെ, പ്രയോജനമില്ലാത്ത നിരവധി ചെറുപ്പക്കാരെ പ്രയോജനമുള്ളതാക്കി തീർക്കുന്ന ഒരു ദിവ്യ ശക്തിയാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്? സുവിശേഷത്തിന് ഇന്നും ശക്തിയുണ്ട്. സുവിശേഷം പ്രയോജനമില്ലാത്തതിനെ പ്രയോജനമുള്ളതാക്കി തീർക്കുന്ന ഒരു ദിവ്യ ശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും കർത്താവിൻ്റെ കരം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലുണ്ടായിരുന്നു. പലപ്പോഴും അവിടെ ചില തിങ്കളാഴ്ച ദിവസങ്ങളിൽ സബ്ജിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടും. രാവിലെ സ്വത്രാഴ്ച വന്നിട്ട് അത് ദേവദാസൻ അയച്ചു തന്നു വേണം സബ്ജി വാങ്ങിക്കാൻ. ഒരു ദിവസം പ്രഭാതത്തിൽ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, മോനെ ഇന്ന് ഈ ആഴ്ച സ്വത്രാഴ്ച അയക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചു, കർത്താവെ എങ്ങനെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കും? ഞാൻ എൻ്റെ റൂമിലിരുന്ന് കർത്താവിനോട് ചോദിക്കാൻ, കർത്താവെ അടുത്ത സമയം സബ്ജി വാങ്ങിക്കാൻ പൈസ ഇല്ല. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാതിൽക്കൽ വന്ന ഒരു ചാച്ച ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നു. ഞാൻ ചോദിച്ചു, आप अभी इधर क्यों आया है? हमारे पास सब्जी खरीदने के लिए पैसा नहीं है. पूछा क्यों आया है? बोला रास्ता में गाड़ी टकरा गया है, जाने के लिए रास्ता नहीं, मैं सब्जी आपको देने के लिए चाहता हूँ. प्रियो, ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആ ജത്തൻ എന്ന് പറയുന്ന ആ ഒരു ആ ചായക്കടക്കാരൻ, അദ്ദേഹം അന്ന് രാവിലെ പ്രഭാതത്തിൽ മാർക്കറ്റിൽ കൊടുക്കുവാൻ കൊണ്ടുവന്ന സബ്ജി പോകുന്ന വഴിക്ക് ആക്സിഡൻ്റായി, വണ്ടി പോകാത്തില്ല. അദ്ദേഹം ആ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് സബ്ജി തന്നിട്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ കേത്തിലേക്ക് ആ കൃഷി സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആ പ്രഭാതത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആശിഷ് ഭവനിൽ വന്ന് അദ്ദേഹം ആ ഒരു ചാക്ക് സബ്ജി ഞങ്ങളുടെ ആ വീട്ടിൽ തരുവാനിടയായി. ഞാൻ ഈ പറഞ്ഞൊരു ചെറിയൊരു അനുഭവമാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഏതൊക്കെ മേഖലകളിൽ ഞങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്കിന്ന് പ്രസ്താവിക്കാനായിട്ടുണ്ട്. പ്രിയരെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെപ്പറ്റിയുള്ള കർത്താവിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം, സുവിശേഷം അറിഞ്ഞ ഏതൊരു വ്യക്തിയെ പറ്റിയുള്ള കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ സഭ ഈ ഭൂമിയിൽ സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ, യേശു ക്രിസ്തു എവിടെയാണ് തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തുടങ്ങുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് സഭ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടത്. ഈ പകൽക്കാലം എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഈ കൺവെൻഷൻ്റെ തീമിനോടനുബന്ധിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആഗ്രഹം സഭ ലക്ഷ്യത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. സഭയെ പറ്റിയുള്ള ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങുക, ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുക. നമുക്ക് ഒരു പക്ഷേ എല്ലാവർക്കും ഉത്തര ഭാരതത്തിലൊക്കെ പോയി സുവിശേഷം പറയുവാൻ അറിയില്ല എങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരോട് സുവിശേഷം പറയുവാൻ, ഉത്തര ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, നോർത്ത് ഇന്ത്യയിലുള്ള ശരൺ ഫെലോഷിപ്പ് സഭകളുടെ ഹല്ലേലൂയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവിടെയുള്ള ശുശ്രൂഷകന്മാരുടെ ഹല്ലേലൂയ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന സമയം ഒരു പക്ഷെങ്കിൽ പൂർണ്ണമായും ഒരു നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ കടന്നു വന്ന് സുവിശേഷ വേല ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും ഭാഗികമായി ലഭിക്കുന്ന സമയങ്ങൾ കടന്നു വന്ന് അവിടെയുള്ള ഞങ്ങളോടൊപ്പം ദൈവദാസന്മാരോടൊപ്പം സുവിശേഷീകരണത്തിൽ പങ്കാളികളാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേർ തയ്യാറാണ്? നമുക്ക് ലഭിക്കുന്ന സമയം, നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകളിൽ നിന്ന് അല്പം മാറ്റി സുവിശേഷത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? പ്രിയനെ ഓർപ്പിക്കട്ടെ, നോർത്ത് ഇന്ത്യയിൽ ഇന്നും ഹല്ലേലൂയ യേശുവിനെ പറ്റി കേൾക്കുവാൻ ഞാൻ ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്നതാണ്, കാണുന്നതാണ്. യേശുവിനെ വളരെ ഹൃദയത്തിൽ വളരെ സ്നേഹത്തോട് സ്വീകരിക്കുന്ന നൂറുകണക്കിന് വ്യക്തികൾ ഇന്നും ഗ്രാമങ്ങളിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എനിക്കറിയാം ഭൂരിഭാഗം പേരും സുവിശേഷകരാണ്, ദേവദാസന്മാരാണല്ലോ. നമ്മുടെ സഭയിലുള്ള യുവജനങ്ങളെ അവിടേക്ക് അയക്കുവാൻ ഹല്ലേലൂയ, നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ പഠിക്കാൻ ഞങ്ങൾക്ക് സ്കൂളുണ്ട്. ഞാൻ ഓർപ്പിച്ചല്ലോ, അവർക്ക് ഒരു ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ അവിടെയുണ്ട്. ഞാൻ ഈ സമയം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ, ഓടുവാൻ ഹല്ലേലൂയ ആരൊക്കെ ആഗ്രഹിക്കുന്നു?
എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. प्रियो, मैं आपसे कहना चाहता हूँ, हमारा जीवन में जो समय मिलेगा परमेश्वर के लिए दौड़ना है, परमेश्वर की राज्य की बढ़ोतरी के लिए काम करना है। मैं जब बिहार आया था, मेरे पास कोई सपोर्ट का जुगाड़ नहीं था, कोई मुझे सेवा करने के लिए फलना महीना इतना तंगा देंगे या कुछ नहीं ऑफर नहीं दिया था। लेकिन परमेश्वर की दया से पिछले 17 साल परमेश्वर की सेवकाई करने के लिए प्रभु ने मुझे अवसर दिया। बिहार में, उत्तर प्रदेश में, उड़ीसा में, झारखंड में, छत्तीसगढ़ में, इंडिया का 22 राज्यों में जाके परमेश्वर की सेवकाई करते हैं। मैं इस जगह को छोड़ के, तिरुवल्ला को छोड़ के आपका बिहार में आया है, आपका उत्तर भारत में आया है, आपका पंजाब में आया है। प्रिय, हमारे अंदर एक ही इच्छा है, हमारी भारत की लोग उद्धार पाना है। खास करके परमेश्वर की सेवा करने वाले उत्तर भारत से जो लोग आए हैं, आपसे मैं कहना चाहता हूँ, पिछले 17 साल में कोई संस्था मुझे सपोर्ट नहीं किया, कोई हालेलुया कोई व्यक्ति ने ऐसा सपोर्ट, ऐसा महीना तंगा नहीं दिया। लेकिन मैं परमेश्वर की सेवकाई करते हैं। 100 से अधिक सेवक लोग हमारे विभिन्न जगहों पे परमेश्वर की सेवकाई करते हैं। कुछ लोग जानते ही मेरे को, बिहार से जो लोग आए भाई लोग जानते हैं। प्रिय, मैं बताना चाहता हूँ, परमेश्वर की सेवकाई അതിശീഘ്രം ही बढ़ रहा है। 2 जगह पे परमेश्वर की नाम की महिमा के लिए മിഷൻ സ്കൂൾ സ്ഥാപിത് किया। പ്രിയ, ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കഴിവില്ലാതിരുന്ന എനിക്കറിയാം എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹപാഠികൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷിൻ്റെ ABCD ചുവനെ പറയാൻ അറിയാൻ വയ്യാത്ത ഞാനാണ് ഉത്തർ ഭാരതത്തിൽ 2 മിഷൻ സ്കൂളുകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ടവർ, എന്നെ ഉപയോഗിക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പഠിപ്പും പ്രാപ്തിയും കഴിവുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേരാകത്ത് ആഗ്രഹമുണ്ട്? ഹാലലി, ഈ പകൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഒരു ഉത്തര ഭാരതത്തിൽ നിന്നൊരു സുവിശേഷൻ എന്ന നിലയ്ക്ക് ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു ഉത്തര ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ? സമയം കിട്ടുമ്പോൾ ഹല്ലേലൂയ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മുടെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, ഈ വചനം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും അകത്ത് ഹല്ലേലൂയ വീണ്ടും ഉത്തര ഭാരതത്തിൽ പോകുവാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ ഹല്ലേലൂയ ഉത്തര ഭാരതത്തിൽ പോയി ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഹല്ലേലൂയ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നു. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കരങ്ങളെ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരായുള്ള അവസരങ്ങളുണ്ട്, നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളുണ്ട്, നമ്മുടെ ഫെലോഷിപ്പിന് അതിനുള്ള അവസരങ്ങളുണ്ട്. ഒരു ദിവസം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിലയേറിയ സമയത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയനും ബീഹാറിൽ നിന്ന് കടന്നു വന്ന് ഈ ആത്മീയ സംഗമത്തിൽ പങ്കുചേരുവാൻ, ഈ സെക്ഷനിൽ കർത്താവെ സാക്ഷ്യങ്ങളെ പ്രസ്താവിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവെ ദൈവഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ, അറിയാവുന്ന രീതിയിൽ കർത്താവെ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. പ്രാർത്ഥന എന്നെ ഇവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്രകാരം സമയം അനുവദിച്ചു തന്ന പ്രിയപ്പെട്ട കൗൺസിലങ്ങളുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ആ വിലപ്പെട്ട സാക്ഷ്യങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മുടെ കഴിവോ പരിധികളോ പരിമിതികളോ അല്ല നോക്കുന്നത്. സമർപ്പണമുള്ള ഹൃദയം, ഒരുക്കമുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവശക്തനാം ദൈവമാണ്. ആ വിലപ്പെട്ട സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, തൻ്റെ ആവശ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചവരാരും സഹായിക്കാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്. ആകയാൽ ആ അരിമമണവാളനായ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് ഭാഗ്യം തന്നോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നാം ഇതുപോലെ ആ മാന്യ കർത്താവിൻ്റെ ദാസനെ പോലെ അറിഞ്ഞോ അറിയാതെയുള്ള അനേക പ്രിയപ്പെട്ടവർ വടക്കേ ഇന്ത്യയിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ചെയ്യേണ്ട പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പോകാനോ കാണാനോ കഴിയുന്നില്ലെങ്കിലും അവരെ പ്രാർത്ഥനയിൽ വഹിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നാം കേൾക്കപ്പെടാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവം നമുക്കത് ശ്രദ്ധിക്കാം. പാസ്റ്റർ
സൂര്യൻ, അദ്ദേഹത്തിന് ഒരു പുതിയ പേര് നാമകരണം ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ കുര്യൻ മാത്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പേര് നാമകരണം ചെയ്ത പാസ്റ്റർ സൂര്യൻ മുൻപോട്ട് കടന്നു വന്ന് അദ്ദേഹത്തെ ഇതിനായി ക്ഷണിക്കുന്നു. ഈ ബഹുമൂല്യ അവസരത്തിനായി ഭാരവാഹികൾ എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ആമോസ് പുസ്തകത്തിൻ്റെ തീമാണ് റീബിൽഡ് ആൻഡ് റെസ്റ്റോർഡ്. ആമോസ് എന്ന പുസ്തകത്തിൻ്റെ കീവേഡ് സുമൈ അല്ലെങ്കിൽ ബർഡൻ ബിയറർ. നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1956 ഇറ്റ് സ്റ്റാർട്ട്സ്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട്സ് ഓൺ 1956 അപ് ടു 2024. 68 വർഷമായി. 68 വർഷമായിട്ട് ഇത്രയും വലിയ ഭാരത്തെ നമ്മുടെ ദൈവദാസന്മാർ ചുമന്ന് എത്രയും നല്ല ഒരു ആത്മീക വിരുന്നിനെ ഉപയോഗിക്കാനാണ് ദൈവത്തെ കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്ത് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം. ഭാരവാഹികൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ബർഡൻ ബിയറേഴ്സ്. പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ഭാഷകളെക്കുറിച്ച് പറഞ്ഞു. ഐ എം നോട്ട് ഫ്ലുവൻസി ഇൻ മലയാളം. ഞാൻ മലയാളത്തിൽ പഠിച്ചതല്ല. ബട്ട് വെൻ ഐ കെയിം ടു നോ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് മൈ സേവിയർ ആൻഡ് ലോർഡ്, ഐ എം ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് മലയാളം. ഞാൻ ജനിച്ചത് ചെന്നൈയിലാണ്, വളർന്നത് ചെന്നൈയിലാണ്, പഠിച്ചത് തമിഴിലാണ്. പഞ്ചാബിൽ 1983 എന്നെ ദൈവം വടക്കിന്ത്യയിൽ എന്നെ കണ്ടു. 1983 ഞാനൊരു പാവിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ഇത് നാം ആരും ഉദ്ദേശിച്ചതല്ല. ഞാനോ എൻ്റെ മാതാവോ പിതാവോ ഉദ്ദേശിച്ചതല്ല. എന്നാൽ കർത്താവിൻ്റെ പ്ലാനിലുള്ളതാണ്. ഇഫ് ഗാഡ് ഈസ് ഹാവ് എ പ്ലാൻ അബൌട്ട് എവ്രിബഡി, ആ പ്ലാനിൽ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളിൽ കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ചെയ്ത് തന്നെ തീരും. നോ സ്റ്റോപ്പ്. God won't stop his work. മിഷൻ ചാലഞ്ചിനെ കുറിച്ചാണ് ഇന്ന് വെല്ലുവിളി. 1983 ഞാൻ ദൈവം എന്നെ അവിടെ രക്ഷയുടെ സന്തോഷത്തിൽ കൊണ്ടുവന്നു. രക്ഷിക്കപ്പെട്ട് 3-ാം ദിവസം സ്നാനപ്പെട്ടു, 3-ാം ദിവസം അഭിഷേകം പ്രാപിച്ചു. ആൻഡ് by 3rd day, Lord, teach me Hindi. I was able to speak Hindi within 3 days. I can able to speak Punjabi. ഇന്റർപ്രറ്റ് ഉണ്ടെങ്കിൽ നല്ലായിരിക്കും. ഭാഷ എന്ന് പറയുന്നത് ഒരു വരമാണ്. ലാംഗ്വേജ് ഈസ് എ ഗിഫ്റ്റ്. भाषा परमेश्वर की दिया हुआ एक वरदान है. മലയാളത്തിൽ പറയാനൊക്കെ അല്ലേ?
ഞാനൊരു ഹിന്ദുവായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് ധൈര്യമുണ്ട്. ഇൻ ദ ബൈബിൾ ഇറ്റ് ഈസ് റിട്ടൺ, ബുക്ക് ഓഫ് എസ്തർ, ഹിന്ദു ദേശേ എത്യോപ്യ ദേശ് തക്. സോ ഐ ക്യാൻ ബി പ്രൗഡ്, ഐ ആം എൻ ഹിന്ദു. मैं एक हिंदू था करके बोलने में मेरे को प्राउड है, इसलिए कि बाइबल के अंदर एस्तेर की पुस्तक में हिंदू देश के बारे में प्रतिपादित किया है, इसलिए मैं बहुत घमंड के साथ बोलता हूँ मैं एक हिंदू था. ഹിന്ദു एक धर्म नहीं है, हिंदू एक देश है. ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ല, അതൊരു ദേശമാണ്. Are you accept with me? നിങ്ങൾ എന്നോടൊപ്പം ഈ കാര്യം സമ്മതിക്കുന്നുണ്ടോ? You are a Indian or American or Persian, whoever it may be, we are Hindus. നമ്മളൊരു ഹിന്ദുക്കളാണ്. ഭാരതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഭാ കാ മത്ലബ് ബുദ്ധി ഹൈ. രഥം എന്ന് പറഞ്ഞാൽ ആ രഥത്തിൻ്റെ മേലെ ആളുകை செய்கிறவனை பாரதியன் என்று சொல்வார்கள். രഥം എന്ന് പറഞ്ഞാൽ അതിനു മുകളിൽ യാത്ര ചെയ്യുന്നവനെ ഭാരതീയൻ എന്ന് പറയുന്നു. ഭാരതീയൻ करके बोलता है. We are Bharatiya, we are all Hindus, Indian. നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, നമ്മൾ ഇന്ത്യനാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കണം. Hindu is not a religion. It may be wrongly interpreted, but we are Hindus. ഹിന്ദു ഏക് ധരം നഹി ഹെ, ഇതൊരു മതമല്ല, അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് ഒരു മതം എന്ന് പറഞ്ഞിട്ട് ആരെയും ദൈവം തിരഞ്ഞെടുക്കുന്നില്ല. ഇൻ ഗാഡ്സ് സൈറ്റ് ദ ബുക്ക് ഓഫ് ആമോസ് ക്ലിയർലി സേസ് അബൌട്ട് ഗാഡ് ആസ് നോ പാർഷ്യാലിറ്റി. ദൈവത്തിന് परमेश्वर को कोई पार्शियलिटी नहीं है, भेदभाव नहीं है. आमोस की पुस्तक में हम इस बातों को देख सकते हैं. उनके सामने कोई भाषा की फर्क नहीं है. ദൈവത്തിൻ്റെ അടുത്ത് ഒരു ഭാഷയുടെ വ്യത്യാസമില്ല. കണ്ടോ, ഞങ്ങൾ തമ്മിൽ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഭാഷ का प्रॉब्लम नहीं होता है, അവിടെ ഒരു ഭാഷയുടെ പ്രശ്നമില്ല. देश का प्रॉब्लम नहीं होता है, ഒരു ദേശത്തിന്റെ പ്രോബ്ലം ഇല്ല. पढ़ाई का प्रॉब्लम नहीं होता है, അവിടെ ഒരു പഠനത്തിന്റെ അതൊരു പ്രശ്നമല്ല. जगह का प्रॉब्लम नहीं होता है, അവിടെ ഏത് സ്ഥലത്തു നിന്ന് വന്നു എന്നുള്ളതും പ്രശ്നമല്ല. आपको परमेश्वर ने चुन लिया है तो खुदा आपको इस्तेमाल करेगा. നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുമെങ്കിൽ ഉറപ്പായും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ ഉപയോഗിക്കും. ഒരു एक बोतल में पूरा पानी है, ഒരു കുപ്പിക്കുള്ളിൽ മുഴുവൻ വെള്ളം ആണ്. उसमें एक ड्रॉप पानी भी डालेगा तो वो नीचे गिर जाएगा. ആ കുപ്പിക്കുള്ളിൽ ഇനി ഒരു തുള്ളി വെള്ളം കൂടി വീണാൽ അതിലുള്ള വെള്ളം താഴേക്ക് ഒഴുകുവാനായി തുടങ്ങും. क्योंकि वो पूरा भरा हुआ है, അതിനകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. लेकिन वो खाली है तो उसमें पानी डालोगे वो रिसीव करेगा, वो इनटेक करेगा. ആ ബോട്ടിലിനകത്ത് അല്പമെങ്കിലും കാലി സ്ഥലമുണ്ടെങ്കിൽ, എം ടി സ്ഥലമുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് നിക്ഷേപിക്കുവാനായി സാധിക്കും. आपको मुझको परमेश्वर तब इस्तेमाल करने का तैयार होगा. आप बोलेंगे मैं खाली हूं, आई एम एम्प्टी, गॉड फिल मी. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ നാം കർത്താവെ ഞാനൊരു കാലിയാണ്, ഞാനൊരു ഒഴിഞ്ഞ പാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നമ്മളെ ഉപയോഗിക്കുവാനായി ആഗ്രഹിക്കുന്നു. भाई साहब ने बोला है मुझे पता नहीं, आई डोंट नो, बार बोला है. परमेश्वर इनके साथ था, वो सब कुछ जानता है, इनको खुदा सिखा रहा है. പ്രിയപ്പെട്ട സഹോദരൻ കടന്നുപോയപ്പോൾ കർത്താവ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് കർത്താവ് അദ്ദേഹത്തെ നിറയ്ക്കുവാനായി ഇടയായി തീർന്നത്. If you and me, നിങ്ങളും when we accept Lord, I don't know anything, I do not know anything, I do not know language, I do not know ministry, I do not know anything about these challenges. Lord, നമ്മൾ എത്ര പേർ പറയുവാൻ ആഗ്രഹിക്കും, കർത്താവ് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നിനും കഴിവില്ല എന്ന് എത്ര പേർ ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? അവരെ ഉപയോഗിക്കുവാൻ കർത്താവ് ശക്തനാണ്. താഴ്വുള്ളവർക്ക് ദൈവം കൃപ തരുന്നുള്ളൂ. ദൈവം, നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. जो परमेश्वर के हाथों में दीनता के साथ बने रहता है, उनको परमेश्वर उठाता है. वो परमेश्वर दयालु परमेश्वर है. कैलवरी गॉस्पेल सेंटर नाम के साथ मैं पिछले
7 साल से अफिलिएशन हूँ और अपने हमारे इंटरनेशनल प्रेसिडेंट साहब जॉन थॉमस जी के उनके भाई है, उनके बाप के समान है। और चित्ररथ जोसेफ थॉमस सर पिछले 41 साल से मेरी सेवकाई के लिए मदद कर रहा है, प्रार्थना कर रहा है। और आज एक शारोन चर्च भी पंजाब में हमने खड़ा किया है। ആമേൻ. കാൽവരി ഗോസ്പൽ സെന്റർ. കാൽവരി ഗോസ്പൽ സെന്റർ എന്ന പേരിൽ പഞ്ചാബിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് എൻ്റെ സഹോദരനാണ്, അദ്ദേഹം എൻ്റെ പിതാവാണ്. ഈ ദൈവത്തിൻ്റെ കൃപയാൽ പഞ്ചാബിൽ ഷാരോൻ ഫെലോഷിപ്പ് സഭയുടെ ഒരു ആരാധനാലയം നിർമ്മിപ്പാൻ ദൈവം സഹായിച്ചു. We have 20 co-workers with us. 20 സഹോദരങ്ങൾ എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ 4 डिस्ट्रिक्ट में हमारे सेवकाई है. 4 ജില്ലയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 165 विलेजेस में हम सेवकाई करते हैं. 165 വില്ലേജുകളിൽ കർത്താവിൻ്റെ വചനം എത്തിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. वचन में हमें सिखाता है, खुदा का वचन हमें बताता है. बुक ऑफ यशायाह चैप्टर 52 वर्स 7. ബൈബിൾ ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു. യശയാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 52-ാം അധ്യായം 7-ാം വാക്യം. Anybody can read with me? ഈ വചനം വായിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഈ വചനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. 52-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ it's a beautiful word. It is written. पहाड़ों पर उसकी पाँव क्या ही सुहावन है जो शुभ समाचार लाता है. पहाड़ों पर उसके पाँव क्या ही सुहावना है जो शुभ समाचार लाता है. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാവം എത്ര സുന്ദരം. കർത്താവ് കാണുന്ന കാഴ്ചയിൽ നമ്മൾ കാണണം. परमेश्वर जो बातें देखते हैं उसी प्रकार हम भी बातों को देखने के लिए. കർത്താവിന്റെ ദാസൻ ആ സ്ഥാനത്തിൽ പോയപ്പോൾ ദൈവം കണ്ടത് ദൈവദാസന്റെ സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽ. How our God sees about our way to start. If you go forward, Lord will give you the power of the Holy Spirit. जो परमेश्वर की सेवा करते हैं उनकी पाव कितना सुंदर है. परमेश्वर की वचन में लिखा है, प्रभु की दास लोग जो वचन लेके जाते हैं उनको परमेश्वर इस्तेमाल करेगा. Please read it with me. Read it with me. वो वचन मेरे साथ 52:7. ये वचन मेरे साथ पढ़ेंगे. എന്നോടൊപ്പം ആ വാക്യം വായിക്കാമോ? മലയാളത്തിൽ വായിക്കാം. It's a powerful language. എത്ര മനോഹരം. कितना सुंदर है. How beautiful in God's sight. बहुत ही सुसमाचार लाता है, उसकी पाव बहुत ही सुंदर है. प्रभु के दास उस देश में गया, परमेश्वर को प्रसन्न हो गया है. ദേവദാസൻ ആ സ്ഥലത്ത് പോയപ്പോൾ കർത്താവ് അതിൽ സന്തോഷിക്കുവാനായി ഇടയായി. We have a lot of things to see in Punjab, in Himachal, in Bihar. Many beautiful things. പ്രിയപ്പെട്ടവരെ, അവിടെ പല കാര്യങ്ങൾ കാണുവാനായിട്ടുണ്ട്. പഞ്ചാബ്, ഹിമാചൽ, ബീഹാർ. കാണുമ്പോൾ കണ്ണിനെ ഒത്തിരി ആകർഷിക്കുന്നത് beautiful mountains are there, beautiful places are there, beautiful villages are there. But God's sight, what is the beautiful? आप जानते हैं वहाँ पे बहुत सारे पहाड़े हैं, देखने के लिए अपनी आंखों को खूबसूरत देने वाला बहुत सारे बातें वहाँ पे है. I am asking you to say, who is beautiful man? लेकिन परमेश्वर की नजरी में क्या कौन सी बात है सुंदर बात? Those who are taking gospel along with the hand and परमेश्वर go की forward to the village, say 1 2, oh God loves you, God wants to give the peace to you, God wants to give the eternal life to you, God is with you. If you say whatever language, God will create great things
it's do for you. जो प्रियो, आप जो भी भाषा बोलने वाला हो, कुछ भी क्यों ना हो, आप परमेश्वर की वचन को लेकर के लोगों के पास जाके वचन को जो पहुंचाता है, सुसमाचार सुनाता है, परमेश्वर देखने पे आपकी पाव बहुत ही सुंदर है करके परमेश्वर की नजर നമ്മൾ ആരും വിചാരിച്ച് സന്തോഷിച്ച് പോയതല്ല, ദൈവം നമ്മളെ കൊണ്ടുപോയതാണ്. कोई ഹല്ലേലൂയ. अपनी इच्छा की, अपनी मर्जी के अनुसार नहीं गया, परमेश्वर ने हमें लेके गया है. हालेलुया. 983 ഞങ്ങൾ പോയ സമയം, ഇറ്റ്സ് എ ടൈം ഓഫ് ഗ്രേറ്റ് ട്രൈബുലേഷൻ ഓർ ഇറ്റ്സ് എ ഡേഞ്ചർ സോൺ ആൻഡ് ഈവൻ വി ഹാവ് ഫേസ്ഡ് മെനി പീപ്പിൾ ഡൈഡ് ബൈ ദ सोशल इविल्स. कुछ कारण से मैं जो यहाँ से 1983 में गया था, उस समय बहुत सारे समस्या था. कुछ लोग कुछ ऐसे सोशल समस्याओं से अपना जान खोना पड़ा. उसी समय में परमेश्वर की वचन को लेके मैं पंजाब में गया. इंटरनेशनल प्रॉब्लम्स आर देयर. बहुत सारे इंटरनेशनल अंतर्देशीय बातें वहाँ पे हो रहे थे. दो उग्रवादियों का बहुत सारे जोर था. അവിടെയുള്ള ആതങ്കവാദി അങ്ങനെയുള്ള ആൾക്കാരുടെ വളരെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. Since we have faced a lot of challenges, ഇപ്പോഴും ഒത്തിരി ചലഞ്ചുകൾ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നേരിടുന്നുണ്ട്. but we don't have any fear because God looking for us. If you go forward, God will come to you. ഞങ്ങൾ അതിലൊന്നും ഭയപ്പെടുന്നില്ല. കർത്താവിന്റെ കരം ഞങ്ങളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് കൈവർത്തി പ്രാർത്ഥിച്ച് കിടക്കുക. എത്ര പേർ कितने लोग हाथ उठा के परमेश्वर को धन्यवाद करेंगे. You know what gift, what valuable call God call you to go. आप जानते हैं कितना महत्वपूर्ण बुलाहट परमेश्वर ने मुझे और आपको दिया है. Abraham, he was settled in the very very wealthy place. अब्राहम जो विश्वासियों का पिता एक अच्छा जगह पे सेटल हुआ था. God told him, leave your area, your country, your all parents, go with your call. परमेश्वर ने कहा तुम अपनी कुटुंबी और देश को सब कुछ छोड़ के जो मैं तुम्हें दिखाऊंगा उस देश में चले जाने के लिए. Hallelujah. हालेलुया. Hallelujah. हालेलुया. Say Punjabi hallelujah. Hallelujah. एक നമ്മൾ ഒരുമിച്ച് പഞ്ചാബി ഹല്ലേലൂയ പറയാൻ പോവാണ്. Hallelujah. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയാമോ? I like the word church. आप जानते हैं कलीसिया का मतलब? Church word. Church. തുടങ്ങുന്നതും CHലാണ്, കംപ്ലീഷനും CH ആണ്. CH and the last two words is TH. First two word is CH. It starts CH and last the word CH. चर्च का जो शुरुआत इंग्लिश में, अंग्रेजी में जब लिखते हैं, CH से शुरू करके अंतिम शब्द भी CH से समाप्त होता है. There is in between one word, you are. लेकिन इसकी बीच में एक शब्द है, एक बेड़ है, you are. You are the church. You are the church. I am the church. आप परमेश्वर का भवन है. आप परमेश्वर का कलीसिया है. कलीसिया है. हेलो, हालेलुया. हालेलुया. आप एक दूसरे का हाथ पकड़ के बोले, you are a church. അടുത്തിരിക്കുന്നവരെ കരങ്ങളെ പിടിച്ച് ഉറപ്പായിട്ട് നാം പറയുക, നിങ്ങളൊരു സഭയാണ്. You are a church. നിങ്ങളൊരു സഭയാണ്. നിങ്ങളൊരു സഭയാണ്. പറഞ്ഞേട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞേട്ടെ. സഭ എന്ന് പറയുന്ന ഒരു അടയാളമാണ് പാസ്റ്ററെ. സഭ എന്ന് പറയുന്ന ഒരു അടയാളമാ. एक साइन है, एक चिन्ह है. പാസ്റ്റർ പറയും ഞാൻ ഷാരോന്റെ സഭയിലാ. पास्टर जी ने बोले मैं शारोन की कलीसिया में है. സഭ എന്ന് പറയുന്ന ഒരു അടയാളം. ഇറ്റ്സ് ആൻ ഐഡന്റിഫിക്കേഷൻ. एक हमारा एक पहचान है. ദൈവജനം എന്ന് നമ്മൾ പറയുന്ന നമ്മൾ ഒരു അടയാളമാണ്. നാം ദൈവത്തിന്റെ मैं परमेश्वर की संतान है करके बोलो, ये हमारे एक पहचान बनना है. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11, 14 വാക്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. आमोस की पुस्तक 9वीं अध्याय का 16 और 17 पद हम पढ़ेंगे. എന്റെ മുമ്പിൽ അനേക ദൈവദാസന്മാരുണ്ട്, അറിഞ്ഞന്മാരുണ്ട്, വലിയ പഠിച്ചവരുണ്ട്, വേദ പണ്ഡിതന്മാരുണ്ട്. मेरे आगे बहुत सारे प्रभु की दास लोग बैठे हैं. ये बात मैं अच्छी तरीके से जानते അവരുടെ हैं. മുമ്പിലൊന്നും ഞാൻ ഇത്തിരി വ്യാഖ്യാനിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ നമ്മുടെ ദൈവം എല്ലാവരും നമ്മളെ ഒന്ന് ചേർത്തി കൂട്ടി വന്നിരിക്കുകയാണ്. मैं उनकी बीच में खड़ा होकर प्रचार करने के लिए कोई योग्यता मेरे अंदर नहीं है, लेकिन एक बात है, हम सबको परमेश्वर ने एक साथ इकट्ठा किया है. ഒരു ലീജൻഡ് എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്, लीजेंड ഒരു महान शख्स के बारे में बोलते हैं, उसकी पहले और बाद की इतिहास. ഒരു വലിയ ചർച്ച എന്ന് പറയുമ്പോൾ शख्स लीजेंड, one legend.
അപ്പോൾ പറയും ഷാരോൺ തോമച്ചായൻ തുടങ്ങുന്ന മുമ്പുള്ള അവസ്ഥ, ഷാരോൺ തോമച്ചായന് ശേഷമുള്ള അവസ്ഥ. Hallelujah. Is it great or not? Are you follow with me? आप मेरे साथ हैं? ഈ സഭയിൽ ഇത്ര വർഷം മുമ്പ് 68 വർഷം മുമ്പ് തുടങ്ങി ഭാരവാഹികൾ പ്രാർത്ഥിച്ച് തുടങ്ങിയതിൻ്റെ മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും ഇത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ? बहुत एक परिवर्तन है ना. जब ये सभा 1993 में शुरू किया और उससे पहले की अवस्था और अभी की अवस्था आप संतुलन करके देखिए. If you are in Christ, you are a new creature. आप यदि मसीह में है तो नई सृष्टि. नया सृष्टि है. बोलिए आप नई सृष्टि है. आप നിങ്ങൾ പറഞ്ഞു ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. आप मसीह में है, नई सृष्टि है. यदि ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ പഴയതല്ല. You are not old. आप पुराना नहीं है. You are new one. आप अभी एक नया बन चुके हैं. Lord wants to use you fresh blessings to you. प्रभु आपको नयापन में इस्तेमाल करना चाहता हूं. അബ്രഹാം ദൈവത്തിന്റെ വാക്കുകളെ അനുസരിച്ച് കടന്നു വന്നപ്പോൾ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത അതേ വാഗ്ദാനങ്ങൾ ഇന്ന് നിങ്ങളെയും എന്നെയും ദൈവം അതേ വാഗ്ദാനങ്ങളാൽ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. जब अब्राहम परमेश्वर की बुलाहट को स्वीकार करके परमेश्वर की बुलाहट के स्वीकार करके पीछे चले गया, उस समय परमेश्वर अब्राहम के जीवन में जितने भी आशीषें दिया है उतने आशीष से परमेश्वर मुझे और आपको भरने के लिए I चाहता am है. going to bless you. मैं आपको आशीष देना I चाहता am हूं. going to make your name very great. आपका नाम को मैं बड़ा करना चाहता हूं. Through you, all the people of this earth is going to be blessed. You are the channel of blessing. आपके कारण आपकी देश की बहुत सारे लोग आशीषमय होने के लिए जा रहे हैं. आप एक आशीष का सोता बनेंगे. നിങ്ങൾക്ക് സന്തോഷിക്കണം. കർത്താവ് എന്നെ മുഖാന്തരം, എന്റെ കുടുംബം മുഖാന്തരം, എന്റെ സഭ മുഖാന്തരം ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. कितना लोग विश्वास करते हैं मेरे कारण अपनी देश को, अपनी कलीसिया को, अपने परिवार को आशीष करने के लिए जा रहे हैं. ഇതൊരു വലിയ ആത്മീക വരുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട്. ये बहुत बड़ा एक आत्मिक सम्मेलन है. ഇറ്റ്സ് എ സോഷ്യൽ കൺസേൺ. ഇത്ര വലിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്തുമാത്രം इसके पीछे बहुत सारे मेहनत है. ഇത്രയും വലിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പുറകിൽ എത്ര പേർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുറകെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങൾ. इसके पीछे कुछ लोग परमेश्वर की भक्त लोग घुटने टेककर आंसुओं के साथ परमेश्वर से दिन प्रतिदिन प्रार्थना कर रहा है. നാം ദൈവത്തിന്റെ ജനങ്ങളാണ്. मैं और आप परमेश्वर की संतान हैं. We are God's people. हम परमेश्वर की प्रिय जन हैं. ഒന്നുകൂടി വായിച്ചാട്ടെ ആമോസിന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 11, 13, 14 വാക്യം വായിച്ചാട്ടെ. आमोस की पुस्तक 9 अध्याय की 12 से लेके 13 तक जो पद है. Rebuild and restore is for his people. पुनर्स्थापन और पुनर्क्रमीकरण करना, दोबारा गठन करना है. गिरा हुआ लोगों को दोबारा खड़ा करना है. വീണ്ടും പണിയുക. His people, അവന്റെ ജനത്തിനെയാണ് ദൈവം വീണ്ടും സ്ഥാപിക്കുവാൻ പോകുന്നത്. प्रियो, परमेश्वर अपनी लोगों को पुनर्स्थापित करने के लिए खोज रहा है. നമ്മുടെ ഒരു ദേവദാസൻ ഇവിടെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു പുള്ളി നന്നായിട്ട് ബൈബിൾ പഠിക്കും. നമ്മുടെ അബ്രഹാം ജോസഫ് സാറിൻ്റെ മോനെ. നിങ്ങൾ ആരും ബൈബിൾ പഠിക്കുന്നില്ലേ? പ്ലീസ് ഞാൻ വിചാരിച്ചു പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. कोई पढ़ेंगे आमोस की पुस्तक 9 अध्याय का ഒന്നുകൂടി 11 से लेकर വീണ്ടും एक बार വീണ്ടും ഓർക്കാം. ദൈവം ഇന്ന് വലിയ ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. प्रभु आज हमारे बीच में मध्य में बहुत अद्भुत चमत्कार करने के लिए जा रहे हैं. പ്ലീസ് റീഡ് ഇറ്റ്. ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഇവിടെ വീണ്ടും വീണ്ടും നിങ്ങൾ വായിച്ചു നോക്കുക, അറിയാം. God is going to restore and rebuild whatever it break. The worship is breaking, political breaking,
all the false teaching entered in the time of Amos. ये वचन फिर से जब हम पढ़ते हैं तो वहां पे हम देख सकते हैं जो कुछ भी वहां टूट गया है, वह प्रार्थना, जो कुछ भी पॉलिटिक्स, जो भी टूट गया है, वो सब कुछ परमेश्वर फिर से दोबारा बना रहा है. ദൈവം തന്റെ ജനത്തെ പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. आप में से कितने लोग विश्वास करते हैं अपनी प्रजाओं को, ദൈവം अपने നമ്മളെ लोगों കൈവിടാൻ को പോകുന്ന ദൈവമല്ല. परमेश्वर बनाने के लिए चाह रहा है. ദൈവം നമ്മളിൽ എന്ത് തെറ്റുണ്ടെങ്കിലും എത്ര നമ്മുടെ ജീവിതത്തിൽ ചാലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അതിന്റെ സാക്ഷ്യമാണ് ദൈവദാസനോട്. जो पिछले दिन हमारे जीवन में जो कुछ भी गलतियां मिस्टेक हुआ है, सारे गलतियों को परमेश्वर हम माफ करके मुझे और आपको परमेश्वर अपनी महान कार्य के लिए इस्तेमाल करना चाहते അവന്റെ हैं. സഭയാണ്. അതുകൊണ്ട് ഒരിക്കലും ആ സഭയ്ക്ക് കേടുവരുവാൻ അവൻ ഒരിക്കലും അനുവദിക്കുകയില്ല. इसलिए कि हम में और आप परमेश्वर की कलीसिया है, वो कभी टूटने परमेश्वर नहीं उसका देगा. एक पहचान उधर बताया गया, उसका एक आइडेंटिफिकेशन पहचान बताया गया. അതിനൊരു ഒരു പൈജാൻ ആവശ്യമാണ്. हमारे पास एक आईडी कार्ड होता है, उसको हम आधार कार्ड बोलते हैं. उसमें हमारा पहचान है, आप कौन सा देश का है, कौन सा नाम का है, कौन सी जो है आप रहते हैं, सबका पहचान है. നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉള്ളവരാണ്. അതിൽ നോക്കിയാൽ നാം ഏത് ദേശത്തെയാണ്, നമ്മൾ എവിടെയാണ് വസിക്കുന്നത്, നമ്മുടെ മാതാവിന്റെ പേരും പിതാവിന്റെ പേരും എല്ലാം ആ ആധാർ കാർഡിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ദൈവമക്കളെ, നമുക്കൊരു അടയാളം ദൈവം തന്നിട്ടുണ്ട്. उसी प्रकार परमेश्वर मुझे और आपको एक पहचान देना चाहते हैं. നമ്മുടെ സഭയ്ക്ക് ഒരു അടയാളം ദൈവം उसी തന്നിരിക്കുകയാണ്. प्रकार हमारा कलीसिया को, शारण फेलोशिप നമ്മുടെ सभा को, ദൈവദാസന്മാർക്ക് ഒരു അടയാളം തന്നിരിക്കുകയാണ്. प्रभु की दास लोगों को एक पहचान परमेश्वर देना चाहते നമ്മുടെ हैं. പ്രസംഗങ്ങൾക്ക് ഒരു അടയാളം इन തന്നിരിക്കുകയാണ്. दिनों में आपकी प्रचार में परमेश्वर की हालेलुया एक पहचान देना चाहते हैं. കഴിഞ്ഞ 68 വർഷമായി രാത്രിയും പകലും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇത്രമാത്രം വളർത്തിയ ദൈവം ഈ വർഷം വീണ്ടും ഒരു വലിയ കാര്യം നടത്തുവാൻ പോകുകയാണ്. पिछले 68 वर्षों से परमेश्वर हमें चला रहा है, लेकिन ये नया साल में 2000 हालेलुया नया साल में परमेश्वर की कुछ अद्भुत चमत्कार हम देखने के लिए जा रहे हैं. 2-3 കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. एक दो बात मैं बोल के समाप्त करना चाहता हूँ. നമുക്ക് കിട്ടിയിരിക്കുന്ന മാണിക്യം, जो हमारे लिए जो मिला है तोहफा है. ഞാൻ അങ്ങനെ ഒരു പാട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ വന്ന മുതൽ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. वो ऐसे गाना मेरे अंदर आया है. मैं जब दोपहर में हम बैठा हुआ था, മലയാളത്തിൽ ആ പാട്ടിനെ കുറിച്ച് വന്ന് ഞാൻ നിങ്ങളോട് കൂടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं इस गाना के द्वारा परमेश्वर की महिमा करना चाहता हूँ. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ. ഈ പാട്ട് നിങ്ങളോടൊപ്പം പാടി ദൈവത്തെ ഒരു സ്തുതിക്കുവാൻ. തമിഴ് അങ്ങനെയാ പാടുന്നത്. മണ്ണുക്കാക മാണിക്കത്തെ വിട്ടിട മാട്ടേൻ, இந்த மண்ணுக்காக மாணிக்கத்தை விட்டிட மாட்டேன். मिट्टी के प्रति मैं अपनी जो परमेश्वर की तोहफा को नहीं छोड़ेंगे. നമുക്കൊന്ന് പാടാം, എണിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. आप लोग कितने लोग तैयार हैं मेरे साथ इस गाना को गा के परमेश्वर की स्तुति करने के God लिए? loves worship. परमेश्वर आराधना पसंद करता है. Father looks worshippers. परमेश्वर आराधना को खोजता है. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. पिता आत्मा और सच्चाई से आराधना करने वालों को खोजता है. We have lot of scarcities. വളരെ നമ്മുടെ കയ്യിൽ കുറവുകളുണ്ട്. हमारा लाइफ में बहुत सारे कमी घटी है. सरप्लस ഇല്ല. बहुत कमी घटी हमारे अंदर है. Are you say we are surplus or we are scarcity? हम कमी में है या बढ़ोतरी में? നമുക്ക് കുറവുള്ളവരാണോ നമുക്ക് എല്ലാം ഉണ്ടോ? പറഞ്ഞേ. हमारे पास सब कुछ नहीं है. ഒരു വചനത്തിൽ പറയുന്നുണ്ട് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. वचन में लिखा है कटनी बहुत है लेकिन मजदूर बहुत कम है. Please read it. Tell with me. Say with me. कौन वचन हमारे साथ बोल सकते हैं? കൊയ്ത്ത് വളരെയുണ്ട്, कटनी बहुत है. ഞാൻ പഞ്ചാബിലാണ് 41 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. We have seen, Pastor, we have seen bumper harvest.
अब वहाँ पे बहुत सारे खटनी आप देख सकते हैं। पंजाब में मैं रहता हूँ। ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ പേരും ഹാർവെസ്റ്റ് ടി വി. ये जो टीवी टेलीकास्ट करते हैं, हमारा लाइव करते हैं, इसका नाम भी हार्वेस्ट है। ഒന്ന് വണ്ട് ഹാർവെസ്റ്റ് എന്ന് പറയും, ഒന്ന് ബമ്പർ ഹാർവെസ്റ്റ്. There is the very blessed land in the whole world. Punjab is the blessed land for fertility and prosperity. अभी कटनी और बहुत चीजों में पंजाब एक बहुत ही आशीषमय देश है। പഞ്ചാബാണ് ഇന്ത്യയുടെ അന്നദാത. पंजाब से Food basket. भारत की भोजन की शुरुआत श्रोता होता है। നമുക്കിവിടെ 5 ദിവസം ഇത്ര 1000 പേർക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ നമുക്ക് ഭാരമുള്ളതാണ്. എന്നാൽ ഇൻ പഞ്ചാബ് ഗോൾഡൻ ടെമ്പിൾ ഡെയിലി 80,000 to 1 lakh people daily 2 times they were taken. The largest community kitchen is in Amritsar. यहाँ पे हम लोग कुछ दिन के लिए भोजन बनाते बहुत मुश्किल होता है, लेकिन पंजाब में गोल्डन टेम्पल में रोज 80,000 से लेकर के लाखों लोग रोज खाना खाता है। ചിലവർ അവിടെ പുറകെ ഇരിക്കും, കാരണം യോഗം കഴിഞ്ഞ ഉടനെ വേഗം പോയിട്ട് കഴിക്കാം. कुछ लोग पीछे बैठा है, जब प्रार्थना खत्म होते ही चाय पीने के लिए അത് खाना നമ്മുടെ നേച്ചറാ. ये हमारा स्वभाव है। പക്ഷേ we have a scarcity of the laborers. വേലക്കാർ ചുരുക്കം. लेबर्स बहुत, मजदूर बहुत कम है। Pastor, we have 1,800 pastors in Sharon Fellowship Church. हमारा फेलोशिप में 1,800 पास्टर्स है। हजारों की सेवक लोग हैं हिंदुस्तान में, लेकिन खुदा का कलाम कहते हैं laborers are few. പ്രിയോ, ആയിരക്കണക്കിന് സുവിശേഷകർ ഇന്ന് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നെങ്കിലും വചനം പറയുന്നു വേലക്കാർ ചുരുക്കമെന്ന്. ഇന്ന് നമുക്ക് വേലക്കാർ ഇനി ആവശ്യമുണ്ട് പാസ്റ്ററെ. നമുക്കിനിയും और भी परमेश्वर की सेवकों की जरूरत है। എത്രയോ ഗ്രാമങ്ങൾ ഇതുവരെയും സുവിശേഷം എന്താണ് കേട്ടിട്ട് പോലുമില്ല. बहुत सारे गांवों में अभी तक परमेश्वर की सुसमाचार नहीं We are पहुंचा। very safe in south, we are safe in Kerala, we are safe in Tiruvalla, but God took him to, there is no Malayalis there. നമ്മൾ കേരളത്തിൽ സുരക്ഷിതമാണ്, हम केरला में सुरक्षित है, हम तिरुवल्ला में सुरक्षित है, लेकिन उत्तर भारत में हालेलुया परमेश्वर खोज रहा है मजदूरों को। അബ്രഹാമിനെ പോലെ ചെന്നതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് അവിടെ 2 ഉണ്ട്. हालेलुया, പ്രൈസ് ദി ലോർഡ്. अब्राहम के साथ जैसे अब्राहम है, वैसे बुलाहट को स्वीकार करके जो लोग उत्तर भारत में गया है उनको परमेश्वर ने आशीष किया है। Scarcity of workers. जो परमेश्वर की मजदूर बहुत कम है, Very few. कुछ कम है, बहुत बहुत कम है। Is it you are accepting? നിങ്ങൾ പറയും क्या ये बात को ഇഷ്ടം പോലെ വേലക്കാർ എവിടെ ചെന്നാലും ഉണ്ട്. आप भले आप बोलेंगे कहीं भी जाए तो बहुत मजदूर है, लेकिन आप इस बातों को मेरे साथ एक्सेप्ट करते हैं, मजदूर बहुत कम है। Scarcity of workers. परमेश्वर की सेवा करने के लिए मजदूर की अभाव है। Harvest is plenty. बहुत बेतारी और हालेलुया फसल बहुत है। फसल काटने के लिए भरा हुआ ഫസൽ खेत है। बहुत है. നമുക്ക് ഒത്തിരി കേത്ത് വിളഞ്ഞു കൈവച്ച് കിടക്കുകയാണ്. പ്രാർത്ഥിക്കാം. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. കേരളത്തിലും അനേക ഗ്രാമങ്ങൾ ഇനിയും സുവിശേഷം കേൾക്കുവാനുണ്ട്. തമിഴ്നാട്ടിൽ കേൾക്കുവാനുണ്ട്, കർണാടകത്തിൽ കേൾക്കുവാനുണ്ട്, ഒറീസയിൽ കേൾക്കുവാനുണ്ട്. ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി accept Lord Jesus Christ is the only savior. आमीन। भारत यीशु को स्वीकार करने के लिए जा रहे हैं। भारत में हालेलुया हर एक गांवों में यीशु की सुसमाचार और बहुत तेज से घोषणा करने के लिए जा रहे हैं। तमिलनाडु, केरला മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞ് ഞാൻ തമിഴ് എഴുതിയിട്ടാണ് നടക്കുന്നത്. मैं ये जो मेरा शरीर में पॉकेट में लिख के रखा, केवल यीशु ही परमेश्वर है करके लिख के रखा है। എന്റെ പേരിന്റെ അടയാളം ഞാനല്ല, എന്റെ പേര് കർത്താവ് തന്ന പേരാണ്. मेरा नाम का पहचान मैं नहीं हूँ, मेरा नाम परमेश्वर ने दिया हुआ ഞാൻ ഒരു नाम है। ദൈവ പൈതലായി മാറുവാൻ ദൈവം എന്റെ മേൽ കൃപ ചെയ്തു. एक परमेश्वर की संतान बनने के लिए परमेश्वर ने मुझे अवसर दिया है। ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായിട്ട് ഒരു ഫെലോഷിപ്പ് കൊടുവാൻ ദൈവം എന്റെ പേരിൽ ഒരു വലിയൊരു അനുഗ്രഹം തന്നു. ये फेलोशिप के साथ जुड़ने के लिए परमेश्वर ने एक आशीष मुझे दिया है। ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഐ ഫീൽ ദിസ് ഈസ് മൈ ഹോം, ദിസ് ഈസ് മൈ ഹോം ഗ്രൗണ്ട്, ദിസ് ഈസ് മൈ എന്റെ വീട്ടിൽ വരുന്ന പോലെയുള്ള സന്തോഷത്തിലാണ് വരുന്നത്. ഐ നെവർ ഫീൽ ദിസ് ഈസ് ദ കേൽക്കായ്, ദിസ് ഈസ് ദ കേരള, ദിസ് മൈ ഡിയർ ബ്രദർ ഈസ് മൈ എൽഡർ brother, is my younger brother, all brothers and sisters is
my family. मैं जब यहाँ आते हैं तो मैं ये फील करता हूँ, मैं ये अनुभव करता हूँ ये मेरा घर के जैसा। यहाँ पे आने के समय कभी भी मुझे ये फीलिंग नहीं हुआ मैं दूसरा जगह पे है। खास करके मेरा बड़े भाई लोग यहाँ पे हैं। आपका सब प्रेम देखने के समय में मैं यहाँ इस जगह को, शारोन सभा को अपने घर मानता हूँ। 8 മണിക്കൂർ ലേറ്റ് ആയിരുന്നു എൻ്റെ വണ്ടി ഇന്നലെ വന്ന രാത്രി 3 മണിക്കാണ് വന്നത്. It must be reach on 6 o'clock. मैं पिछले दिन തിരുവല്ല I reached 3 o'clock. मैं पिछले दिन यहाँ पहुंचा 8 घंटे देरी से मेरा गाड़ी यहाँ When I पहुंची। started from the journey, my 2 legs were broken. Many people know about me. രണ്ട് കാലും ഒടിഞ്ഞതാണ്. मेरा दोनों पैर टूटा हुआ है। ബട്ട് ഞാൻ ഓടുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ല. എൻ്റെ കർത്താവ് എന്നെ ഓട്ടുകയാണ്. आमेन, हालेलुया। मैं अभी भी परमेश्वर के लिए दौड़ रहा हूँ। നല്ല ഓട്ടം ഓടും. मैं अच्छा दौड़ रहा हूँ। I have fought a good fight. हम अच्छे कुश्ती लड़ रहा हूँ। Scarcity of one more scarcity of faith. इसलिए कि मजदूर का कमियां हैं। വിശ്വാസം കുറവുണ്ട്. फेथ मजदूरों का, विश्वासों का कमियां हैं। On the scarcity of workers. मजदूरों का कमी। बोलिए मेरे साथ, बोलिए scarcity of workers. ഒരുമിച്ച് പറഞ്ഞിട്ട് കർത്താവിന്റെ വേലയ്ക്കുള്ള വേലക്കാർ നിങ്ങൾ ചുരുക്കം। സത്യമായിട്ട് മനസ്സ് തൊട്ട് പറയാൻ നിങ്ങൾ ഇന്ത്യയിലെ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് मैं आपसे पूछना चाहता हूं आप में से कितने लोग भारत की सेवकाई के लिए प्रार्थना करते हैं? ഇന്ത്യയിൽ എത്ര വേലക്കാർ ഇനി ആവശ്യമുണ്ട്? കർത്താവ് പറയുന്നു. आप जानते हैं और भारत में कितनी सेवकों की जरूरत है? സത്യ വേലക്കാർ എന്ത് തരുന്നു ചോദിച്ചോണ്ടല്ല, കർത്താവ് പറയുന്നു നീ പോകുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ അധികാരിയാക്കും. मैं क्या मिलेगा ये ढूंढ के नहीं, जाना है, प्रचार करना है, मैं तुम्हें आशीष करूंगा, मैं तुम्हें बढ़ाऊंगा। പൗലോസ് പറയുന്നു എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. मैं अपनी दौड़ कंप्लीट कर चुकी। पर पौलोस कहता है मैं अपने विश्वास को रक्षा करता हूं. मैं अपनी विश्वास की रक्षा, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ദൈവമക്കളെ, വിശ്വാസം കുറവായാൽ ഇന്ന് കർത്താവിനോട് യാചിക്കുക, ലോർഡ് ഇൻക്രീസ് മൈ ഫെയ്ത്ത്, ഐ വാണ്ട് ടു ബി യുവർ വെസൽ, യു മസ്റ്റ് യൂസ് മീ, I want to ready to submit myself. हम लोग कितने लोग परमेश्वर से प्रार्थना करें, यदि प्रभु मेरे अंदर विश्वास कमी हुआ है, मैं आपकी राज्य के लिए, आपकी खटनी के लिए इस्तेमाल करना चाहता हूं, मेरे अंदर विश्वास को बढ़ाइए। कितने लोग इस सभा में प्रार्थना യേശു करेंगे? കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ഗോതമ്പിനെ പുളകിൽ ചുടക്കുന്നത് പോലെ എന്നോട് പിശാച് എന്നോട് നിന്നെ യാചിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകല്ലേ. जब प्रभु ने, यीशु ने पत्रोस से कहा तुम्हें शैतान हालेलुया नष्ट करने के लिए कोशिश किया, लेकिन मैंने नहीं अनुमति नहीं दिया, इसलिए कि तुम्हारा विश्वास नष्ट ना हो। ഇന്ന് വരെയും നിന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. आज तक प्रियो हम आज तक खड़ा है परमेश्वर की कृपा से है, हमारा कोई खूबी से नहीं। I was meeting with president last 21st 21ാം തീയതി ഞാൻ I met a president ദ്രൗപദി മുർമു. I met a education minister. Lord opened the gates for me, I can meet directly Amit Shah also. पिछले दिन परमेश्वर ने मुझे एक अवसर दिया, भारत की प्रेसिडेंट से द्रौपदी मुर्मू से मिलने का मौका मुझे परमेश्वर ने दिया। पिछले 21 तारीख को मैंने उनसे I have a card with me. എനിക്ക് പഞ്ചാബിൽ എവിടെ ചെന്നാലും ടോൾ ടാക്സ് ഇല്ല. I am exempted from the toll tax. मेरे को अभी पंजाब में कहीं भी जाएगा तो कोई टोल नहीं लगेगा, मेरे पास मुझे एक कार्ड मिला है। പെരുമ കൊണ്ട് പറയുകയല്ല, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരുന്നാൽ നിങ്ങൾ ദൈവം അധികാരിയാക്കും. मैं आपको बढ़ोतरी बोलना नहीं चाहता हूँ, यदि परमेश्वर मुझे और आपको चुन लिया है, मुझे और आपको परमेश्वर अधिकारी बनाने के लिए चाहता है। ദൈവത്തിൻ്റെ രാജ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് വിളിച്ച ദൈവ മക്കളാണ്. നമുക്ക് ഈ ദേശത്തിൽ ഒന്നുമില്ല, വരാറായി നമുക്ക് ഒരുങ്ങാം. जो मैं और आप परमेश्वर की राज्य के लिए बुलाए हैं, हमें इस जगह पे कुछ नहीं चाहिए, हम सब परमेश्वर की राज्य के लिए तैयार है। Matthew chapter 6 verse 33 says, मत्ती के सुसमाचार 6 का 33वां पद में लिखा है, पहले परमेश्वर का राज्य, मुंबई वाले राज्य और नीति और निशिपीन, സകലതും നിങ്ങൾക്ക് കിട്ടും. उसके साथ सब कुछ तुम्हें पूरा करूंगा। അന്ന് പാസ്റ്റർ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞു, you are intact with the worldly things. आप परमेश्वर के दास ने कुछ समय पहले कहा था, आपने ഫസ്റ്റ് സെഷനിൽ पहला सेक्शन में कहा था, നിലം, വീട്, കൃഷി, അതാ എല്ലാം നാം നീച്ചേ देखने वाले नहीं,
നമ്മുടെ കാന്തൻ വരാറായി. നമുക്ക് വേണ്ടി വലിയൊരു ഭവൻ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കും. हम नीचे देखने वाला नहीं, हम ऊपर की ओर हम आशा रखते हुए आगे चढ़े. परमेश्वर जल्दी आने वाला है. Gospel of God, only one thing I want to say, only one thing. ഒരു വചനം നമുക്ക് വായിക്കാം, അതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. One word. एक वचन बोल के मैं समाप्त करना चाहता हूँ. Are you ready with me? ഹലോ, പറഞ്ഞട്ടെ. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ആണെങ്കിൽ നാം എല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായിട്ട് ഇന്ത്യയെ രക്ഷിക്കാൻ പോവുകയാണ്. आप सब मेरे साथ इस वचन को पढ़ेंगे, एक साथ हम प्रार्थना करेंगे. जरूर हमारी प्रार्थना परमेश्वर ने सुनेंगे. റോമാലേഖനം 1-ാം അധ്യായം. റോമാലേഖനം 1-ാം അധ്യായം. रोमियों का पत्री पहला 1-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം 3-ാം വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 1, 2, 3. रोमियों की पत्री पहला अध्याय का 1, 2, 3 वचन जल्दी कोई पढ़े. ഇരുന്നാട്ടെ പ്ലീസ്, നമുക്ക് ഇരുന്നാട്ടെ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ ഒരാൾ മാത്രം എനിക്ക് വേണ്ടി ഒന്ന് പഠിച്ചാട്ടെ, ഒന്ന് ഒച്ച വെച്ച് പഠിച്ചാട്ടെ പ്ലീസ്. एक जन is the gospel of God is the about to preach the Son of God. സുവിശേഷം എന്ന് പറയുന്നത് not man oriented but God son oriented. ये सुसमाचार मनुष्य की नहीं, परमेश्वर की ओर से दिया गया है. നാം എപ്പോഴും മനുഷ്യൻ്റെ രോഗം ദുഃഖം അവനെ നമ്മൾ പ്രാർത്ഥിച്ച് അവൻ സൗഖ്യമായി അതാന്ന് പറഞ്ഞ് we are always looking for only man's things, but not God wants to use you. ദൈവത്തിൻ്റെ സത്യം പറയുമ്പോൾ ഏത് മനുഷ്യനെയും ദൈവം പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. अब जब परमेश्वर की सच्चाई को बोलेगा तो परमेश्वर हमको रोशनी में लाएंगे. Gospel of God is a gospel about his son Jesus Christ. Not man oriented but God son oriented. जो परमेश्वर की वचन कभी मनुष्य से रिलेटेड नहीं, परमेश्वर के पुत्र से रिलेटेड है. മനുഷ്യനുമായിട്ടുള്ളതിനേക്കാൾ ദൈവപുത്രനുമായിട്ടുള്ള സത്യങ്ങളെ നാം കൂടുതലും സംസാരിക്കുമ്പോൾ ദൈവം നിശ്ചയമായിട്ട് ആ മനുഷ്യനെ ദൈവരക്ഷയിലേക്ക് കൊണ്ടുവരും. जब हम परमेश्वर की वचन बांटने के समय में मनुष्य से संबंधित बातों से कहने से बढ़कर परमेश्वर से संबंधित बातों को कहेंगे तो वो उस व्यक्ति को परमेश्वर उद्धार की ओर लेके आएंगे. We were diverted in social work. The gospel work is thinking we were diverted in the social work. Not the man's soul is precious in the sight of God. परमेश्वर की दृष्टि में जब हम महत्वपूर्ण व्यक्ति बनेंगे, जब हम इस प्रकार परमेश्वर की वचनों को कहेंगे तो സകലരും പാപം ചെയ്തു ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് വീഴുന്നുപോയി. सब लोग पाप करके परमेश्वर की महिमा से दूर हो गया है. ആ മഹത്വം ആരാണ്? वो महिमा कौन है? ഹലോ, ഓ മഹത്വം യേശു ക്രിസ്തുവാണ്. ओ महिमामय യേശു ക്രിസ്തുവാണ്. ओ यीशु मसीह है. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ചും അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ തീർച്ചയായും അവരുടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. जो परमेश्वर के प्रति, प्रभु यीशु मसीह के प्रति जो भी बीज बोएगा वो आने वाला समय में वो प्रकाशन में लेके आएंगे. നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ദൈവം നമ്മളെ വളർത്തുവാൻ ശക്തനാണ്. आइए हम तैयार हो जाएंगे, परमेश्वर हमें बढ़ाने के लिए तैयार है. വായിച്ച് എനിക്ക് ഈ സന്ദർഭം തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ നന്ദി പറയുന്നു. ആൻഡ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर की महिमा हो. इस प्रकार अवसर दिए प्रभु की दास लोगों को, शारोन फेलोशिप चर्च की हर एक सेवक लोगों को हम धन्यवाद देते हुए मैं अपने शब्दों ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് യേശു. सबको प्रकाशन देने वाला सच्चा ज्योति यीशु है. ഇന്ന് ആ വെളിച്ചത്തെക്കുറിച്ച് ആ സത്യത്തെക്കുറിച്ച് നാം പ്രസംഗിക്കുമ്പോഴും സത്യത്തിൽ ആരാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം നമ്മുടെ ദേശം വിടുവിക്കപ്പെടും. उस सत्य के लिए हम जिएंगे, उस सत्य को प्रचार करेंगे. प्रभु हम सबको इस्तेमाल करें. Don't divert your all things to the social work. Be like an evangelist and work as an evangelist.
जो हम सुसमाचार को प्रामुख्यता देना है, सोशल वर्क पर नहीं, सुसमाचार को प्रचार करने के लिए हम ഞാൻ तैयार വായിച്ച हैं। വചനത്തിൽ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ്. സുവിശേഷം സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. सुसमाचार शांति का सुसमाचार है। സുവിശേഷം അറിയിക്കുന്നുണ്ട്, കൂടെ സമാധാനമുണ്ട്. जो सुसमाचार प्रचार करते हैं उनके साथ शांति ഏത് है। ഭവനത്തിൽ നീ ചെന്നു ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിന് സമാധാനം जो ഉണ്ടാകും. परिवार में आप जाए, परिवार के लिए प्रार्थना करें, उधर शांति ഏത് मिलेगा। സ്ഥാപനത്തിൽ നീ ചെന്നു പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ സമാധാനം जो ഉണ്ടാകും. हालेलुया, जो जगह पे जाके प्रार्थना करें, उस जगह पे आपको उधर शांति मिलेगा। ഏത് വില്ലേജിൽ നീ ചെന്ന് സമാധാനം അറിയിക്കുമ്പോൾ ആ ദേശത്തിൽ സമാധാനം ഉണ്ടാകും. जो गांव में जाके आप प्रार्थना करते हैं, उस गांव में शांति मिलेगा। God wants to see that type of people today. जो परमेश्वर देखना चाहते हैं, जो लोग परमेश्वर की सेवकाई करते हुए, നാം എല്ലാവരും സുവിശേഷം അറിയിക്കുകയാണ് കർത്താവ് हम ആഗ്രഹിക്കുന്നത്. सब परमेश्वर की वचन को बांटे। प्रभु हम सबको നിങ്ങൾ आशीष करे। സമ്മതിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഇന്ന് ഉയർത്തുവാൻ പോകുകയാണ്. जितने लोग तैयार हैं, उसके लिए प्रभु आपको बढ़ाने के लिए चाहते ഉൽപ്പത്തി हैं। പുസ്തകം 41 അധ്യായം 40 വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിൽ ഞാൻ അവസാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. उत्पत्ति की पुस्तक 40 का 41 पदम पढ़कर समाप्त करना है। I don't want to increase your time. Please help me. എന്നോട് സഹായിക്കുക. ഉൽപ്പത്തി പുസ്തകം 41:40 വായിച്ചിട്ട് 41 उत्पत्ति की पुस्तक 41 का 40। ദൈവം യോസഫിനോട് അരുളി ചെയ്തു. ഫറവോൻ പറയുകയാണ്, യോസഫേ, സിംഹാസനത്തിൽ മാത്രമാണ് ഞാൻ രാജാവ്. എന്നാൽ ഈ ദേശത്തിൻ്റെ എല്ലാ അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ അടയാളം. അതാണ് എൻ്റെ അടയാളം. അതാണ് ദൈവം നിങ്ങളെ വിളിച്ചതിൻ്റെ അടയാളം. നിങ്ങളെ വാലാക്കുകയല്ല, ദൈവം തലയാക്കുവാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ തലയാക്കുവാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. एक साथ मिलकर परमेश्वर को स्तुति करें, परमेश्वर में बढ़ाने के लिए जा रहे हैं। പാട്ട് പാടി ഒന്ന് ദൈവത്തെ ആരാധിക്കാം. ഈ മണ്ണിൻ്റെ വാസത്തിനല്ല, ആ മാണിക്കത്തെ എനിക്ക് ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. You know the value of the gospel. You know the value of this word. आप जानते हैं परमेश्वर की वचन की खासियत। ഇത് കയ്യിലെടുത്തവർ ഒരിക്കലും അവർ വാലായിട്ടില്ല, അവരെ തലയാക്കിയത്. जो लोग इसको अपने हाथों में थाम लिया है, वो कभी नीचे नहीं, वो ऊंचाई बना है। വീണ്ടും ആ പാട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് പാടി ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന. Father looks the worshippers. Father looks worshippers. Those who are worship spirit and truth. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ആരാധന ഉയരുമ്പോൾ ദേശത്തിൻ്റെ എല്ലാ അന്ധകാര ശക്തികളും മാറും, രോഗശക്തികൾ മാറും. ദൈവത്തിൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആരാധന ഉയർത്തുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും ഈ സ്ഥാനത്തിലാക്കി വെച്ചിരിക്കുന്നത്. परमेश्वर अपने आराधकों को खोजते हैं जो सच्चाई और आत्मा से परमेश्वर की आराधना करे। इसलिए परमेश्वर मुझे और आपको चुन लिया है। ദൈവം അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു വർഷം കൂടി ദൈവം തരും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. परमेश्वर की इच्छा है तो फिर से हम मिलेंगे। We don't know about tomorrow. कल के बारे में मैं नहीं जानता हूँ, എന്നാൽ ഇന്ന് വരെയും നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ लेकिन आज से ശക്തനാണ്. प्रभु ने मुझे चलाया, आगे भी संभालने के लिए എൻ്റെ तैयार है। ആവശ്യങ്ങളെല്ലാം എൻ്റെ ദൈവത്തിന് അറിയാം. मेरा हर एक जरूरतों को परमेश्वर जानते हैं। എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ വളരെ പ്രശംസിക്കുകയാണ്. मैं जब अपनी क्लेशों में घमंडी हूँ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. प्रभु सबको आशीषित करे। ചേർന്ന് പാടി, പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലെ ഞാൻ കാണുകയില്ല. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ
കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ ഭരിക്കുമോ വത്സരം. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കും നീ പ്രിയനോട് ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടും നീ. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കും നീ പ്രിയനോട് ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടും നീ. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നൊരാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകയും. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നൊരാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകയും. സുന്ദരനാ മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാർ വരിക്കുമോ വത്സല. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി പിടിച്ച. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി പിടിച്ച. സുന്ദരനാ മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാർ ഭരിക്കുമോ വത്സല. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിയ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയും. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയും. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരം തന്നെ എന്നെ വീണ്ടെടുത്തതാ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. ഓ സർവാംഗ സുന്ദരം തന്നെ എന്നെ വീണ്ടെടുത്തതാ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രീതി മാണിക്യം വെടിയുകില്ല ഞാൻ. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനെ ഇത്രത്തോളം കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പ്രാരംഭത്തിൽ ദൈവം നമ്മളെ കേൾപ്പിച്ചല്ലോ. ആ പ്രതികൂലം നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞ അനുഭവങ്ങളുടെ നടുവിൽ സുവിശേഷത്തിൻ്റെ ശബ്ദവുമായി കടന്നു പോകാൻ തൻ്റെ ദാസനെ ബലപ്പെടുത്തുന്ന കുറവുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതിനുശേഷം കർത്താവിൻ്റെ ദാസനുകളെ കേൾപ്പിക്കുക വിലപ്പെട്ട ആലോചനകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആകയാൽ ദൈവത്തിലെ ഇന്ത്യ അനേക പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ ഈ നാളുകളിൽ അഭിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മദ്യപാനം, മയക്കുമരുന്നുകൾ, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനേക പരിഹാരം സുവിശേഷത്തിലൂടെയുള്ള രക്ഷയാണ്, സുവിശേഷത്തിലുള്ള വെളിച്ചമാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി ദൈവം നമ്മളെ ദേശത്താക്കി വെച്ചിരിക്കുന്നല്ലോ. ദൈവം സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്ന ദൂതന്മാരെ അല്ല, തൻ്റെ രക്തത്താൽ വിലക്കെടുക്കപ്പെട്ട തൻ്റെ ദാസന്മാരെ, ദാസിമാരെയാണ് സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്നത്. ആകയാൽ നമ്മളെ ഇതിന് വക്താക്കളാക്കിയല്ലോ. ആകയാൽ പകലുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ, ഒന്നുകൂടെ ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ, ഒന്നുകൂടെ ഒന്ന് ഉണരുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി ചെയ്ത് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി തുടർന്നും അത്യധ്വാനം ചെയ്യുവാൻ നാം ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. അതിനുവേണ്ടി ഒന്നുകൂടെ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ പാസ്റ്റർ ഡി ജോർജ് കുട്ടിയവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും.
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഈ വൈകിവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജന കൺവെൻഷൻ്റെ 2ാം ദിനത്തിൽ പകലുള്ള സമയങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് പാസ്റ്റേഴ്സ് കോൺഫറൻസായി ഈ ഉച്ചകഴിഞ്ഞ വേളയിൽ മിഷൻ സമ്മേളനമായി ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദാസന്മാരോട് ഞങ്ങൾക്ക് ലഭിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവ് ഉച്ചകഴിഞ്ഞ സമയം കർത്താവെ ബീഹാറിൻ്റെയും പഞ്ചാബിലും അവരുടെ പ്രവർത്തന അനുഭവങ്ങളും അതിനോടനുബന്ധമായി ഞങ്ങൾക്ക് ലഭിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഞങ്ങൾ പുതുക്കം പ്രാപിച്ച് യഥാസ്ഥാനപ്പെട്ട് കർത്താവിന് വേണ്ടി അധികം പരിശോധിപ്പാൻ പരിശുദ്ധാത്മാവരെയും സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശക്തിയോട് മുന്നേറുവാൻ ദൈവാത്മാ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് നവകീയ സമയം നടക്കുന്ന ഞങ്ങളുടെ പൊതുയോഗത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ജനത്തെ എല്ലാം കർത്താവ് കൊണ്ടുവരണമേ. വലിയ ആത്മപകർച്ച വൈകിയ സമയോട് നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി അവരെ ശുദ്ധമായി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവകരങ്ങളിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെയും ഇന്ന് രാത്രി കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കണമേ. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ നേതൃത്വങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ അഭിഷിക്തന്മാരെ ഹല്ലേലൂയ ദിവസങ്ങൾ ശക്തിയോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കണമേ. ഈ വർഷം നടക്കുന്ന ആചാരം കൺവെൻഷൻ എല്ലാ നിലയിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഹല്ലേലൂയ ദൈവസഭകൾക്ക് ദേശത്തിന് വലിയ വിടുതലായി കാണപ്പെടുവാൻ ദൈവാത്മാ കൃപ ചെയ്യണമേ. ഇന്ന് വൈകിയ സമയം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹത്തോട് കർത്താവ് അയക്കും. ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമാകിയ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിമുള്ള നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും തുറന്നുള്ള ഞങ്ങളുടെ ഹല്ലേലൂയ കൺവെൻഷൻ കൂടിയവരോടും ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോടും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ മേഘത്തിൽ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ കാര്യം നേരത്തെ അനൗൺസ് ചെയ്തതാണ് എങ്കിലും 4:30 മണിക്കാണ് പ്രാർത്ഥന. അത് മലബാർ, പാലക്കാട്, തൃശ്ശൂർ റീജിയനുകളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നറിയിക്കുന്നു. 5 മണിക്ക് ഗാനശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്.